ഹായ് പ്രിയ പ്രേക്ഷകരെ, പീപ്പിൾസ് ഫൗണ്ടേഷന് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആശ്വാസ് കൗൺസിലിംഗ് സെന്ററിന്റെ ഓൺലൈൻ മനഃശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓൺലൈൻ മനഃശാസ്ത്ര ക്ലാസിന്റെ 8ാമത് സെഷനിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വ്യക്തിത്വ പ്രശ്നങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മോട് കൂടെയുള്ളത് കൽപ്പറ്റ ലൂയിസ് മൗണ്ട് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അൻവിൻ സോയ് സാറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നീണ്ട 12 വർഷത്തെ സേവന പാരമ്പര്യമുള്ള അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വളരെ വലുതാണ്. ഈ ഒരു അവസ്ഥകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്നതിന് വേണ്ടി പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് പ്രേക്ഷകരോട് ആവശ്യപ്പെടുകയാണ്. ഈ പ്രോഗ്രാം തുടർന്ന് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അൻവിൻ സോയ് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് ഇങ്ങനൊരു ഓൺലൈൻ മീറ്റിങ്ങിലൂടെ എല്ലാവരെയും കാണുവാനും സംസാരിക്കാനും സാധിച്ച വളരെ സന്തോഷമുണ്ട്. കുറെ നാൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ഓൺലൈൻ സെക്ഷൻ ഞാനിപ്പോ അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, ആ കോവിഡിന്റെ സമയത്ത് സ്ഥിരമായിട്ട് നമ്മൾ ഓൺലൈൻ സെക്ഷൻസ് ആയിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ വീണ്ടും ഈ ഒരു ഓൺലൈൻ സെക്ഷനിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും ആദ്യമായിട്ട് സ്വാഗതം. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച പ്രത്യേകിച്ച് എന്റെ ഒരു സുഹൃത്തും എന്റെ ക്ലാസ്മേറ്റും കൂടെയായ ഷാക്കിർ, അതുപോലെ ഷബീബ് സാർ, അതുപോലെ പീപ്പിൾ ഫൗണ്ടേഷന്റെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന വ്യക്തികൾ, അതുപോലെ ആശ്വാസ് കൗൺസിലിംഗ് സെന്ററിന്റെ ഒക്കെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ആൾക്കാർ, എല്ലാവർക്കും ആദ്യമേ ഒരു നന്ദിയും കൂടി ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, ഇതിൽ ഞാൻ മെയിൻ ആയിട്ട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് പേഴ്സണാലിറ്റി. ഞങ്ങളിവിടെ എല്ലാം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സൈക്യാട്രി ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹലോ, ഓക്കെ ഓക്കെ, നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു കാര്യമാണ് പേഴ്സണാലിറ്റി എന്നുള്ളത്, വ്യക്തിത്വം എന്നുള്ളത്. കാരണം നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അനുസരിച്ചാണ്. പൊതുവെ നമ്മൾ പറയുന്നത് പേഴ്സണാലിറ്റി എന്നുള്ളത് നമുക്ക് ഓക്കെ, നമ്മുടെ ചുറ്റും നടക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സ്വാധീനിക്കും. അപ്പൊ നമ്മൾ ഓരോ കാര്യത്തെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, നമ്മൾ ഓരോ കാര്യത്തെ തീരുമാനിക്കുന്നത്, നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പൊ അതിന് മുമ്പിലേക്ക് നമുക്ക് അതിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് പൊതുവേ നമ്മുടെ ഒരു കുറെ ധാരണകളുണ്ട്. ആ ധാരണകളൊന്ന് മാറ്റിയിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കയറാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പൊതുവേ നമ്മൾ പറയുന്ന ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഞാൻ പറയുന്ന ടോപ്പിക് ആരോഗ്യം എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. പൊതുവേ നമ്മുടെ മനസ്സിലേക്ക് ആരോഗ്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം ഒരു ഫിസിക്കൽ ഹെൽത്ത് ആണ്. പൊതുവേ ഒരു നമ്മുടെ ഒരു ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ച് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പലർക്കും അതിന്റെ ബാക്കി സീരിയസ് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ പൊതുവെയുള്ള ഒരു ധാരണ ഫിസിക്കൽ ഹെൽത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു നാട്ടിലാണ്. പക്ഷെ നമ്മൾ പറയുന്ന ഒരു ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്തിന്റെ ഡെഫിനേഷൻ പ്രകാരം നമ്മൾ പറയുന്നത് ശാരീരികവും മാനസികവും സാമൂഹ്യപരമായിട്ടുള്ള കൂടിച്ചേരലാണ് ഒരു വ്യക്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത്. പലപോലെ അതുപോലെ തെറ്റായ ധാരണ വരുന്ന ഒരു കാര്യമാണ് മാനസിക ആരോഗ്യം. അല്ലെങ്കിൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക രോഗവും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ പലർക്കും മനസ്സിലാവാത്തൊരു കാര്യം കൂടിയുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മാനസിക രോഗം വേറെ, മാനസിക ആരോഗ്യം വേറെയാണ്. അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നമ്മുടെ വ്യക്തിത്വത്തിനും അല്ലെങ്കിൽ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു മുൻതൂക്കം നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ നമുക്ക് ഈ മാനസികാരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്, എല്ലാവരും പൊതുവെ മാനസികാരോഗ്യ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ടെൻഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വെക്കുക അവനെന്തോ വലിയ എന്തോ രോഗമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് കുറെ പേര്. പക്ഷെ അങ്ങനെയല്ല. മാനസിക ആരോഗ്യം എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിയുടെ കഴിവുകൾ എന്തൊക്കെയാന്ന് മനസ്സിലാക്കി, അതുപോലെ ആളുടെ കുറവുകൾ എന്തൊക്കെയാന്ന് മനസ്സിലാക്കി, ആളുടെ ഡേ ടു ഡേ ലൈഫ് നിത്യജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്ത് മറ്റുള്ളവർക്കും കൂടി ഉപകാരം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് സമൂഹത്തിലേക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്നതിനാണ് നമ്മൾ മാനസികാരോഗ്യം, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ മാനസിക ആരോഗ്യത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ വ്യക്തിത്വം എന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരു കാര്യത്തെ പറ്റി ഇപ്പൊ ക്ലാസ് എടുക്കുന്നു, ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുന്നു. ഈ ക്ലാസ് കേൾക്കുന്ന 10-34 അല്ലെങ്കിൽ എത്രയോ പേരുണ്ടോ, എല്ലാവരും പല തരത്തിലാണ് അതിനെപ്പറ്റി ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്, അതിനെപ്പറ്റി നോക്കുന്നത്. പക്ഷേ ഒരേ തരത്തിൽ ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓരോരോ ഗ്രൂപ്പ് ഉണ്ടാവാം. മിക്കവരും അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തികളെല്ലാം ഒരേ പേഴ്സണാലിറ്റി പെട്ട ആൾക്കാരായിരിക്കും. ഈ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിത്വത്തിന്റെ ആ ഒരു ഉടമകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ എന്താണ്, കോമൺലി ഒരേ പാറ്റേണിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ ഞാനിപ്പോ ക്ലാസ് എടുക്കാൻ വന്ന ആസ് എ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള രീതിക്കല്ല, ഒരു വ്യക്തിത്വം എന്നുള്ള രീതിക്കാണ്. ഓക്കെ, പിന്നെ അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, അതൊരു ഡിസോർഡർ എന്ന രീതിക്ക് നമ്മൾ പൊതുവെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ എനിക്കൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്.
സ്ക്രീൻ കാണുന്നുണ്ടോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഇല്ല സാറേ, കിട്ടിയില്ല. ഇല്ല, കിട്ടിയിട്ടില്ല. കാണുന്നില്ല. ഓക്കെ. റെഡിയാണ് സർ. ഓക്കെ. കാണുന്നുണ്ടോ സ്ക്രീൻ? ഉണ്ട്. ഓക്കെ. സാറേ, വിസിബിൾ അല്ലല്ലോ. അല്ല, ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ സാർ, കണ്ടിന്യൂ. ഓക്കെ. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത് പേഴ്സണാലിറ്റി എന്നുള്ള രീതിക്കാണ് നമ്മൾ ഓരോ കാര്യത്തെയും കൃത്യമായിട്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞോളൂ, നമ്മൾ ഓരോ കാര്യത്തെ ചിന്തിക്കുന്നത്, നമ്മൾ ഓരോ കാര്യത്തെ കാണുന്നത്, കേൾക്കുന്നതൊക്കെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ പേഴ്സണാലിറ്റി അനുസരിച്ചാണ്. പേഴ്സണാലിറ്റി എന്നുള്ളത് രോഗം എന്നതിനേക്കാൾ അപ്പുറം അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുമ്പോഴാണ് അതൊരു വ്യക്തിത്വ വൈകല്യം എന്നുള്ള രീതിക്ക് നമ്മൾ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന്. അതർവൈസ് അതുവരെയുള്ളത് നമ്മൾ പേഴ്സണാലിറ്റി ഒരു വ്യക്തിത്വം എന്നുള്ള രീതിക്ക് മാത്രം എടുക്കുക. ഞാനിവിടെ ക്ലാസ് എടുക്കുന്ന ഒരു 4-5 പേഴ്സണാലിറ്റിയാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്ത് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതില് കുറച്ച് ട്രേറ്റ്സ്, ഓരോ പേഴ്സണാലിറ്റിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷണങ്ങൾ, കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അതിൽ നിങ്ങൾക്കുണ്ടോ, അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള, പ്രത്യേകിച്ച് ഞങ്ങൾ ഇവിടുത്തെ ഒരു ഫാമിലി കൗൺസിലിംഗിന് ഒരു കേസ് വരികയാണ്, ഈ ഫാമിലി ആയിട്ടൊരു കേസ് ആരെങ്കിലും കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് ഞങ്ങൾ നോക്കുന്നത് രണ്ട് വ്യക്തിയുടെയും, അതായത് ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും മെയിൻ ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് നമ്മളിവിടെ അസസ് ചെയ്യുക, നോക്കുന്നത്. കാരണം രണ്ടാളുടെയും പേഴ്സണാലിറ്റി പരസ്പരം മനസ്സിലാക്കി അവർ സെൽഫായിട്ട് സ്വയം ഒന്ന് മനസ്സിലാക്കുകയും അതിന്റെ ഒപ്പം തന്നെ മറ്റുള്ള വ്യക്തിയുടെ, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പേഴ്സണാലിറ്റി കൂടി മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഫാമിലി ലൈഫ്, അതുപോലെ നമ്മുടെ വർക്ക് ലൈഫ്, അതുപോലെ നമ്മുടെ ചുറ്റുള്ള ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, നിത്യജീവിതം കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് പോകും. ഓക്കെ. അപ്പോൾ മിക്കവാറും പല പ്രശ്നങ്ങളും നമ്മുടെ പേഴ്സണാലിറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ബാധിക്കാം. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു ആങ്സൈറ്റി, ഒരു ഉത്കണ്ഠ രോഗം പോലും വരുന്നതിന് ബേസിക് ആയിട്ട് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ഒരു ഡിസോർഡർ എന്നുള്ള രീതിക്കിനേക്കാൾ അപ്പുറം നമ്മുടെ വ്യക്തിത്വം എന്താണ് എന്ന് എന്ത് ചെയ്യുക, സ്വയം ചിന്തിക്കുക. അതിന്റെ ഒപ്പം തന്നെ ഇപ്പൊ പ്രത്യേകിച്ച് മാരീഡ് ആയ ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും പേരൻസ് ഒക്കെ ഉണ്ടാവും. അവരുടെ പേഴ്സണാലിറ്റി എന്താണെന്നും കൂടി മനസ്സിലാക്കാൻ നമ്മുടെ ഫാമിലി, നമ്മുടെ ലൈഫ് എന്താ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു മാസ്ക് ആണ്, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ മറച്ചു വെക്കുന്ന ഒരു ഇതാണ്. അതുപോലെ ബേസിക് ആയിട്ട് നമുക്കൊരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം എന്ന് പറയുന്നത് അതൊരു പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. പൊതുവെ നമ്മൾ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ്, ഞങ്ങൾ പൊതുവെ ഇവിടെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പറയുന്ന പഴഞ്ചൊല്ലുണ്ട്, മത്തം കുത്തിയ കുമ്പളം മുളക്കില്ല. ഓക്കെ. അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്നത് മെയിൻലി വരുന്നത് പാരമ്പര്യ ഘടകങ്ങളാണ്. അതായത് നമ്മൾ പറയാറില്ലേ, ഒരു അച്ഛന്റെ കണ്ണ് കിട്ടി, അമ്മയുടെ മൂക്ക് കിട്ടി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ഒരാളുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം എന്നുള്ളത്. ഓക്കെ. അതിനെ സ്വാധീനിക്കും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്വാധീനിക്കാറുണ്ട്. അതിനേക്കാൾ ഉപരി എനിക്ക് അതിന്റെ ഒപ്പം തന്നെ അതിനേക്കാൾ മേജർ ആയിട്ട്, അല്ലെങ്കിൽ കൂടുതലായിട്ട് നിൽക്കുന്ന കാര്യമാണ് പാരമ്പര്യം എന്നുള്ളത്. അതായത് നമ്മൾ നോക്കി, നമ്മുടെ ഇപ്പൊ ക്ലാസ് കേൾക്കുന്നവരുടെ കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം. നമ്മൾ അച്ഛന്റെ കണ്ണ് കിട്ടി, അല്ലെങ്കിൽ അമ്മയുടെ, അല്ലെങ്കിൽ മുത്തച്ഛനെ പോലെയാണ്, അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിനെ പോലെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് മിക്കവാറും കിട്ടുന്നത് അച്ഛൻ, അതായത് ആ വ്യക്തിയുടെ ഫാദർ, മദർ, ഗ്രാൻഡ് പാരന്റ്സ്, അതായത് അച്ഛന്റെ അച്ഛൻ, അമ്മ, അമ്മയുടെ അച്ഛൻ, പേരൻസ്, ഈ 6 പേരുടെ സ്വഭാവമാണ് മെയിൻലി ആർക്ക് കിട്ടാൻ ചാൻസ്,
ഒരു അടുത്തൊരു ജനറേഷനിലുള്ള വ്യക്തികൾക്ക് കിട്ടുക. അതിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവാം. ആ വ്യക്തിയുടെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ എന്ത് ചെയ്യാം വരാം. പക്ഷെ ചില ജനറേഷനിൽ ഇപ്പൊ എന്ത് ചെയ്യാം കൂടാനും, ചില അടുത്ത ജനറേഷനിൽ ഇപ്പൊ എന്താ കുറയാനും ചാൻസ് ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഒരു കമ്മ്യൂണി നേരത്തെ അത് പറഞ്ഞത് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്, നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുന്നത്, ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ, ആ പേഴ്സണാലിറ്റി എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ അതിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പാരനോഡ് പേഴ്സണാലിറ്റി എന്നുള്ളതാണ്. പാരനോഡ് പേഴ്സണാലിറ്റി എന്ന് പെട്ടെന്ന് നിങ്ങൾ വേറൊരു രോഗം എന്നുള്ള രീതിക്ക് ആരും ചിന്തിക്കരുത്. ഇതൊരു വലിയൊരു രോഗത്തിലേക്കല്ല. പക്ഷെ നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുമ്പോഴാണ് അതെന്ത് രോഗം എന്ന നിലയ്ക്ക്. അതുവരെ അതെന്താണ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്നുള്ള അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ കുറച്ച് ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് രോഗം എന്നതിലേക്ക് പോകുന്നതിനേക്കാൾ അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു വ്യക്തിത്വം എന്നുള്ള രീതിക്ക് മാത്രം ചിന്തിക്കുക. പാരനോഡ് പേഴ്സണാലിറ്റി ഏറ്റവും കൂടുതൽ കാണുന്ന, അതായത് നമ്മുടെ ലോകത്തുള്ളതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് പാരനോഡ്. പാരനോഡ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും സംശയ രോഗം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, സംശയ രോഗം എന്നുള്ള രീതിക്കല്ല, ആ രീതിക്ക് ഒരിക്കലും ആരും എടുക്കരുത്. പകരം ഇതൊരു വ്യക്തിത്വമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക എടുക്കുക. പിന്നെ സംശയ രോഗം എന്ന് പറയുന്നതാണ് ഡെലൂഷൻ ഡിസോർഡർ എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ പിന്നീട് കൂടുതലായിട്ട് സംശയങ്ങൾ വരുന്നതാണ് പാരനോഡ്, സ്കിസോഫ്രീനിയ തുടങ്ങിയ ചിത്തഭ്രമം അല്ലെങ്കിൽ നമ്മൾ മാനസിക രോഗം എന്ന് പറയുന്ന കാറ്റഗറി. ഇതൊരു മാനസിക രോഗമായിട്ട് ആരും കണക്കാക്കരുത്. ഇതിന്റെ ലക്ഷണങ്ങൾ ഞാൻ പറയാം. ആദ്യം നമ്മൾ സെൽഫായിട്ട് ഒന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള പ്രത്യേകിച്ച് പാർട്ട്നേഴ്സ്, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവരുടെയൊക്കെ പേഴ്സണാലിറ്റി അതൊന്നും ചെക്ക് ചെയ്യുന്നതല്ലായിരിക്കും. ഓക്കെ. അപ്പൊ അതിൽ ഒന്നാമത് വരുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അതായത് ഇപ്പൊ എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞാൽ പോലും അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും ഫീൽ ആവും. അതായത് ഒരു നാലാളുടെ മുമ്പിൽ വെച്ച് അവരെ പറ്റി എന്തെങ്കിലും പറഞ്ഞു, അവർക്ക് ഇപ്പൊ എല്ലാവർക്കും ഫീൽ ആവും, നമുക്ക് എല്ലാവർക്കും ഫീൽ ആവാറുണ്ട്. പക്ഷെ ഈ വ്യക്തികൾക്ക് അത് കൂടുതലായിട്ട് ഫീൽ ആവും. ചിലപ്പോൾ പറഞ്ഞ വ്യക്തികൾ അത് വിട്ട് കളഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഈ വ്യക്തിക്ക് അത്, ഈ പാരനോഡ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾക്ക് അത് എന്ത് ചെയ്യണമെന്നില്ല, വിട്ട് കളയാൻ പറ്റണമെന്നില്ല. ഉള്ളിൽ ഇങ്ങനെ അത് ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. ഒന്നാമത് വരുന്നത് സെൻസിറ്റീവ് എന്നുള്ളതാണ്. രണ്ടാമത് വരുന്നത് ഗ്രഡ്ജസ്. അതായത് നമുക്കെതിരെ നടക്കുന്ന കാര്യങ്ങളൊന്നും പെട്ടെന്ന് മറക്കില്ല. ഇവരെ പറ്റി പൊതുവെ ഓക്കെ. സാറിന്റെ വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കാവോ? ഓക്കെ ഓക്കെ. ഓക്കെ സാർ, കണ്ടിന്യൂ. വീഡിയോ ഓൺ അല്ലേ? ക്ലിയർ ആണോ? സാറിന്റെ വീഡിയോ ഓൺ ആയിട്ടില്ല. ഓക്കെ. ഇപ്പൊ ഓക്കെ, ക്ലിയർ ആണോ? ഹലോ. ഇല്ല സാർ, എത്തിയിട്ടില്ല. ഒന്ന് ഓൺ ആയിരുന്നു. ഓക്കെ. ഓൺ ആക്കിയിട്ടുണ്ട് ഇവിടുന്ന്. സാറ് സ്ക്രീനും രണ്ടും കൂടി കൊടുക്കുമ്പോ കാണായാണ്. അതിന്റെ ഒരു ഓക്കെ. ഓക്കെ. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ഗ്രഡ്ജസ്. അതായത് നമുക്കെതിരെ നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യില്ല, മറക്കില്ല. ഉള്ളിൽ ഇങ്ങനെ അതിങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പൊതുവെ ഇവരെ പറ്റി പറയുന്ന ഒരു ധാരണ ഇവർക്ക് നല്ല ഓർമ്മശക്തിയാണ്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് വീട്ടില് കല്യാണം കഴിഞ്ഞ് വന്ന് അന്ന് തൊട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, പെട്ടെന്ന് എന്ത് ചെയ്യില്ല, അതൊക്കെ ഓർത്ത് വെക്കും. അപ്പം ബാക്കിയുള്ള ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് പറയും, അന്ന് തൊട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കാന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ഒരു പാരനോഡ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിത്വത്തിന് ഉടമയാന്നുള്ളതാണ്. ഓക്കെ. അതായത് നമുക്കെതിരെ നടക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവർക്കുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ചിലപ്പോൾ അവർ ചിന്തിക്കില്ല. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുള്ള വ്യക്തികളിൽ നിന്ന് പോസിറ്റീവായിട്ട് നടന്നിട്ടുണ്ടാവാം. പക്ഷെ അതിനേക്കാൾ ഉപരി അവർ നെഗറ്റീവായിട്ട് നടന്ന അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉള്ളിൽ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ആയിരിക്കും. പിന്നെ വരുന്നതാണ് ഗ്രഡ്ജസ് വെക്കുക എന്ന് പറയും. നമുക്കെതിരെ നടക്കുന്ന കാര്യങ്ങൾ മറക്കാൻ പറ്റാതെ ഉള്ളിൽ ഒതുക്കി വെക്കുന്ന സ്വഭാവം. അത് കിട്ടുന്ന അവസരം ചിലപ്പോൾ അതെന്ത് ചെയ്യും, പുറത്തേക്ക് അവരുമായിട്ട് നല്ല ഇടപെടലായിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞ തോളത്ത് കൈയിട്ട് വർത്താനൊക്കെ പറയും, അവർക്ക് ചായ വാങ്ങിക്കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഉള്ളിൽ എന്ത് ചെയ്യും, അവർ പണ്ട് നമുക്കെതിരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിലുണ്ടാവും. കിട്ടുന്ന അവസരം ഒരു പണി കൊടുക്കുന്ന ടൈപ്പും കൂടിയാണ്. അത് കിട്ടുന്ന അവസരം നേരിട്ടല്ല, ഇൻഡയറക്ട്ലി അവരെ പറ്റി എന്ത് ചെയ്യും, കുറ്റം പറയുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കളി അല്ലെങ്കിൽ ബാക്കിയുള്ള മുമ്പിൽ മാറ്റി നിർത്തിയൊക്കെ കുറ്റം പറയുന്ന ഒരു ടൈപ്പും കൂടിയാണ് ഈ പാരനോഡ് പേഴ്സണാലിറ്റി, ഈ ഗ്രഡ്ജസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് റെഫറൻഷ്യൽ ഐഡിയ. ഇടയ്ക്ക് അവർക്ക് ഫീൽ ചെയ്യുന്ന ഈ വ്യക്തിത്വമുള്ളവർക്ക്, എപ്പോഴും അല്ല കേട്ടോ, സ്ഥിരമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് രോഗത്തിന്റെ ഭാഗവും. അതല്ലാതെ ഇപ്പോ മാറ്റി നിന്ന് വിളിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ എന്നെ പറ്റിയാണോ പറയുന്നത്, റെഫറൻഷ്യൽ ഐഡിയാസ് നമ്മൾ പറയുന്നത്. അതായത് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ എന്നെ പറ്റിയാണോ, ചിലപ്പോൾ അവർ നോക്കി നമ്മൾ നോക്കി സംസാരിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ അവർ ചിരിക്കുന്നുണ്ടാവാം, കാര്യങ്ങൾ ചെയ്യുന്നത്, അത് വേറെ പല കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവും. പക്ഷെ ആ വ്യക്തി, പാരനോഡ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾക്ക് ഫീൽ ചെയ്യുക, ഇത് എന്നെ പറ്റിയാണോ പറയുന്നത്, അതോ എന്നെ പറ്റി കുറ്റം പറയുകയാണോ, അങ്ങനത്തെ ഒരു തോന്നലുകളാണ്. ഉറപ്പിച്ച് പറഞ്ഞാൽ അത് രോഗത്തിന്റെ ഭാഗവും, അതല്ല തോന്നലായിട്ട് പറഞ്ഞാൽ അതെന്താണ്, ഒരു പാരനോഡ് പേഴ്സണാലിറ്റിന്റെ ഭാഗം. ഐഡിയാസ്, നമ്മൾ റെഫറൻഷ്യൽ ഐഡിയ എന്നുള്ള രീതിക്കാണ് നമ്മൾ പറയുന്നത്. പിന്നെ പറയുന്നത് ഗ്രാൻഡിയോസ് ഐഡിയാസ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര എന്തോ
വലിയ ആളാണ്, വലിയ എന്തോ സംഭവമാണ് എന്നുള്ള തോന്നൽ എന്ത് ചെയ്യും, ഇങ്ങനെ വന്നോണ്ടിരിക്കും. വലിയ എന്തോ സംഭവമാണ്, എനിക്ക് ഞാൻ വലിയ എന്തോ ആളാണ് എന്നൊരു തോന്നലിലാണ് ഉണ്ടാവുക, പാരനോഡ് പേഴ്സണാലിറ്റിക്ക് ഉണ്ടാവുക. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ട്സ് ആണ്. ഡൗട്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാ സംശയം എന്നുള്ള രീതിയൊക്കെ അപ്പുറം ഇപ്പൊ അതിപ്പോ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ വൈഫ് ആരെങ്കിലോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരെങ്കിലും ഫോണിൽ ലേഡീസ് ആയിട്ട് സംസാരിക്കുന്നു, അവർക്കൊരു ഡൗട്ട് വരിക, എന്താ അവരുമായിട്ട് വേറെ വല്ല ബന്ധമുണ്ടോ, അല്ലെങ്കിൽ സെക്ഷൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാവാം, അങ്ങനത്തെ ഉള്ള സംശയങ്ങളാവാം. അതല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഇന്ന് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് തോന്നുക ഈ പറഞ്ഞതൊക്കെ എനിക്കുണ്ടോ, ഇതെന്തോ വലിയ എന്തോ രോഗമാണോ, അങ്ങനെയും ചിന്തിക്കുക. അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ ഇതെന്തോ വലിയ രോഗമാണോ, അല്ലെങ്കിൽ ഇത് എനിക്കുണ്ടോ, അല്ലെങ്കിൽ അടുപ്പിച്ച് കുറച്ച് ദിവസം വയറുവേദന വരുന്നു, തലവേദന വരുന്നു, ഇതെന്തോ മേജർ ആയിട്ടുള്ള രോഗമാണോ, അങ്ങനെയും ചിന്തിക്കുന്നത് എന്താണ്, പാരനോഡ് പേഴ്സണാലിറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. പിന്നെ വരുന്നതാണ് ഭയങ്കര സെൽഫ് ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഞാൻ എന്തോ വലിയ ആളാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു പ്രത്യേക പവർ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു പ്രത്യേക എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, എനിക്ക് വേണ്ട പരിഗണന തരണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് പുവർ കണ്ടിന്യൂഷൻ ഓഫ് ഇനിഷ്യേറ്റീവ് ഇവന്റ്സ് എന്നുള്ളത്. അതായത് തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്ന ആരംഭശൂരത്വം എന്ന് നമ്മൾ പറയും അല്ലെ. തുടങ്ങുമ്പോൾ ഭയങ്കര ഉഷാറായിരിക്കും, അത് എല്ലാ മാസവും വിചാരിക്കും നമ്മൾ 1-ാം തീയതി തൊട്ട് നടക്കാൻ പോകണം, അല്ലെങ്കിൽ 1-ാം തീയതി തൊട്ട് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ പറ്റില്ല. കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യും, പിന്നെ അതെന്ത് ചെയ്യും, ഇട്ടിട്ട് പോകും. എല്ലാ ദിവസം പലരും ഉണ്ടാവും ജിമ്മിൽ പോകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ വർഷവും പ്ലാൻ ചെയ്യും, ജൂൺ 1 അല്ലെങ്കിൽ ജനുവരി 1 അല്ലെങ്കിൽ ഇന്ന മാസം ഇന്ന 1-ാം തീയതി, അല്ല 1-ാം തീയതിയിലേക്കാണ് പൊതുവെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അല്ലെ. 1-ാം തീയതി പോകണം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്യും. പക്ഷെ കുറച്ച് ദിവസം ആ ഇനിഷ്യേറ്റീവ് ഉണ്ടാവും, പിന്നെ എന്ത് ചെയ്യും, മടി പിടിച്ചത് ഒഴിവാക്കുന്നുണ്ടാവുക. പിന്നെ പൊതുവെ നമ്മൾ പറയുന്ന നമുക്ക് ആർക്കും ഇല്ലാത്തൊരു കാര്യമാണ് ജലസ് എന്നുള്ളത് അല്ലെ, അസൂയ. ഓക്കെ, മറ്റൊരാള് നന്നായി കാണുമ്പോൾ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു വിഷമം, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഫീലിങ്സ് വരിക. അങ്ങനെ വേറെ അവർക്ക് എതിരെ ചെയ്യുന്നതിന് മാത്രമല്ല, ഉള്ളിൽ നിന്ന് ഒരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് പാരനോഡ് പേഴ്സണാലിറ്റിന്റെ ഭാഗമായിരിക്കും. പിന്നെ വരുന്ന ഒരു കാര്യമാണ് പോസ്റ്റ്പോണ്ടിങ്. അതായത് എല്ലാം പിന്നത്തേക്ക് മാറ്റി വെക്കാം, അല്ലെങ്കിൽ പിന്നെ ചെയ്യാം, കുറച്ച് കഴിയട്ടെ എന്ന് മാറ്റി വെക്കുന്ന ഒരു ടൈപ്പും കൂടിയാണ് പാരനോഡ് പേഴ്സണാലിറ്റി എന്നുള്ളത്. അതായത് എന്ത് വർക്ക് ഏറ്റെടുത്താലും കുറച്ച് കണ്ട് ചെയ്യാം, പിന്നെ ചെയ്യാം, ഏറ്റവും കൂടുതൽ മാറ്റി വെക്കുന്ന ഒരു ടൈപ്പും കൂടിയാണ്. പിന്നെ വരുന്ന അടുത്തൊരു പോയിന്റ് ആണ് ജമ്പിങ് ഇൻ ടു കൺക്ലൂഷൻ. ഞാനിപ്പോ ഇന്ന് അത് ഇത്രയേ ഉള്ളൂ, ഞാനിപ്പോ ക്ലാസ് എടുക്കാൻ തുടങ്ങിയത് അല്ലേ, ഇതിൽ പലരും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ പലരും ഒരു തീരുമാനത്തിലെത്തി, ഇത്രയൊക്കെയാണ് എടുക്കാനുള്ളത് അല്ലെ. കുറെ പേര് തീരുമാനം എടുത്തിട്ടുണ്ടാവും. അതാണ് നേരത്തെ ഒരു കാര്യത്തിലേക്ക് ചെയ്യുന്നതിന് മുൻപ്, ഒരു കാര്യത്തെ പറ്റി പറയുന്നതിന് മുമ്പ് നേരത്തെ അതിനെപ്പറ്റി ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ പറ്റി ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ എന്ത് ചെയ്യും, ആദ്യമേ ഈ ഒരു വ്യക്തിത്വം ഉള്ളവർ എടുത്തിട്ടുണ്ടാവും. ഇതിൽ പല ട്രേഡ്സും പലർക്കും ഉണ്ടാവാം. ഒരു 4 ട്രേഡ്സിൽ കൂടുതലുണ്ടെങ്കിൽ പലർക്കും മിക്സഡ് പേഴ്സണാലിറ്റിയാണ് പൊതുവെ നമ്മൾ കാണുന്നത്. ഇതിൽ 5-6 ഈ പറഞ്ഞ ലക്ഷണം ഉണ്ടെങ്കിൽ അതൊരു പാരനോഡ് പേഴ്സണാലിറ്റിയും, അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, നമ്മുടെ നിത്യജീവിതത്തെ അത് ബാധിക്കുന്നുണ്ട്. ഇത് കാരണം ഇപ്പോൾ വൈഫ് ഒരാളോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒരാളോട് സംസാരിക്കുന്നു, ആൾക്ക് തോന്നുകയാണ് അവർ തമ്മിൽ വേറെ എന്തോ ബന്ധമുണ്ട്, അങ്ങനെ ഓവറായിട്ട് അമിതമായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, രോഗത്തിലേക്ക്. അതേപോലെ പോലെ എല്ലാം എന്താണ് ഗ്രഡ്ജസ് വെക്കുന്നത് എന്താണ് പേഴ്സണാലിറ്റി. അത് മാത്രം ഓർത്ത് നമ്മുടെ ലൈഫിനെ അത് ഉറക്കത്തിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെ ബാധിക്കുമ്പോൾ അതെന്താണ് രോഗം എന്നുള്ള രീതിക്കാണ് നമ്മൾ കണക്കാക്കുക. അല്ലെങ്കിൽ ഒരു 6 ട്രേഡ്സ് അല്ലെങ്കിൽ 7 ട്രേഡ്സ് കൂടുതൽ വരുമ്പോൾ അത് രോഗം എന്നുള്ള രീതിക്കും. അതല്ലെങ്കിൽ അതെന്താണ് ബേസിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി. ശരിക്കും നമ്മൾ പറയുന്നത് ഈ പാരനോഡ് പേഴ്സണാലിറ്റി വ്യക്തികളെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യം, ഏറ്റവും ഹൈലി ഇന്റലക്ച്വൽ ആയുള്ള ആൾക്കാരാണ് ഈ പേഴ്സണാലിറ്റി, ഈ പാരനോഡ് പേഴ്സണാലിറ്റിക്കാരെന്നാണ്. ഹൈലി ഇന്റലിജന്റ്. ഓക്കെ, ഭയങ്കര ഇതായിരിക്കും, പക്ഷെ അവരെന്ത് ചെയ്യില്ല, യൂസേജ് കുറവാണ്. അതായത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പണി നമ്മൾ ഈ പാരനോഡ് പേഴ്സണാലിറ്റിക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം എന്ത് ചെയ്യും, ഒരു പണി ന്യൂട്രൽ നമ്മൾ കഷ്ടപ്പെട്ട് തീർക്കുന്നതൊക്കെ എളുപ്പം ഒരു ഷോർട്ട് പേസ് അവരെന്ത് ചെയ്യും, കണ്ടുപിടിച്ച് തരുന്ന ഒരു ടൈപ്പാണ് പാരനോഡ് പേഴ്സണാലിറ്റി. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്തു തീർക്കാനുള്ള കുറുക്ക് വഴികൾ ഇവർ കണ്ടുപിടിക്കും. ഓക്കെ, അത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പാരനോഡ് പേഴ്സണാലിറ്റി എന്ന് പറയും. അതുപോലെ തന്നെ ഇവർക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധ, ഒന്നിലും അറ്റൻറ്റീവ് ആയിട്ടിരുന്ന് ചെയ്യാനുള്ള ശ്രദ്ധ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കാര്യം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ വേറെ കാര്യമാണ് ജോബ് ഹോപ്പിംഗ്. അതായത് ഒരു ജോലിക്ക് ജോയിൻ ചെയ്തു, ഇത് കഴിഞ്ഞ് അടുത്ത ജോലിയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഹയർ ഇതിലേക്ക് കയറാൻ വേണ്ടി ഭയങ്കര ജോബ് ഹോപ്പിംഗ് ടെൻഡൻസി കൂടുതലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് പാരനോഡ് പേഴ്സണാലിറ്റി എന്നുള്ളത്. ഇപ്പൊ നമ്മൾ കുട്ടികളെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റുഡൻസിനൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കോഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സുകൾ അല്ലെങ്കിൽ സ്കൂളുകൾ അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ എടുത്തിരിക്കുന്ന കോഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്ന മാറി പോകുന്ന ഒരു ടൈപ്പ് ഉണ്ടെങ്കിൽ മിക്കവാറും അത് പാരനോഡ് പേഴ്സണാലിറ്റിക്കാരുണ്ടാവുന്നതാണ്. പിന്നെ എല്ലാത്തിനും ഇവർക്കൊരു പ്രത്യേകത, നെഗറ്റീവ് വ്യൂസ് ആയിരിക്കും ഇവർക്ക് കൂടുതലായിട്ടുണ്ടാവും. ആരെപ്പറ്റിയും നല്ലത് പറഞ്ഞാൽ അതിന്റെ ഒപ്പം തന്നെ കുറച്ച് നെഗറ്റീവ് വ്യൂസ് കൂടുതലായിട്ട് പറയുന്ന ഒരു ടൈപ്പും കൂടിയാണ് ഈ ഒരു പാരനോഡ് പേഴ്സണാലിറ്റി. പിന്നെ വരുന്നതാണ് ഡബിൾ മീനിങ് ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ബയാസ്ഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം, പാരനോഡ് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിനെ നമ്മൾ ഒരു കാര്യം പറയുന്നു, ആ വ്യക്തി ആദ്യം ചിലപ്പോൾ അതിന്റെ പോസിറ്റീവ് സൈഡ് ആയിരിക്കും എടുക്കുക, പിന്നീട് എന്ത് ചെയ്യും, ആലോചിച്ച് അതിന്റെ ഡബിൾ മീനിങ് ആട്രിബ്യൂട്ട് ചെയ്യും, രണ്ടർത്ഥം വെച്ച് കാണുന്ന ഒരു ടൈപ്പും കൂടിയാണ്.
നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല അർത്ഥമാണ്. ഇപ്പൊ നമ്മളൊരു കുട്ടീനെ അല്ലെങ്കിൽ നമ്മൾ ടീച്ചിങ് ഫീൽഡിലുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ ഹസ്ബൻഡ് വൈഫ് വരുമ്പോൾ ഒരു നല്ല ഉദ്ദേശത്തിലായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ഫീൽ ചെയ്യാം ഇത് ആദ്യം ചിലപ്പോൾ അതിന്റെ പോസിറ്റീവ്സ് അവിടെ ചിന്തിച്ചാലും പിന്നെ ചിന്തിക്കും ഇതെന്തിനാ പിന്നെ അയാൾ അങ്ങനെ പറയാൻ കാരണം, അല്ലെങ്കിൽ വീണ്ടും എന്തിനാ പറയാൻ കാരണം, എന്തുകൊണ്ടാണ് എന്റെ ഭാഗത്ത് അങ്ങനെ ഡബിൾ മീനിങ് രണ്ടാമത് എന്ത് ചെയ്യും, ചിന്തിച്ച് കൂട്ടാൻ, അല്ലെങ്കിൽ രണ്ടാമത് ഡബിൾ മീനിങ് രണ്ടാമത് അർത്ഥം വെച്ച് കാണുന്ന ഒരു നമ്മൾ വിചാരിക്കാത്ത അർത്ഥങ്ങളായിരിക്കും ഈ വ്യക്തികൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവും. പിന്നെ വരുന്നതാണ് സിബ്ലിംഗ് റിവലറി. അതായത് നമ്മുടെ കുട്ടികൾ തമ്മിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അല്ലെ മക്കൾ തമ്മിൽ എന്ത് ചെയ്യും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരിക, എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ അംഗീകരിക്കുന്നില്ല, എനിക്ക് വേണ്ടത്. ഇവർ തമ്മിൽ കുട്ടികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു പേഴ്സണാലിറ്റിയും കൂടിയാണ് പാരനോയിഡ് പേഴ്സൺ. പിന്നെ ഇവർ ഭയങ്കര സൂപ്പർസീഷ്യസ് ആയിരിക്കും. അതായത് റിലീജിയസ് വൈസും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓവറായിട്ടുള്ള അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ചിന്തിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ അതുമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഈ കൂടോത്രം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളില്ലേ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളിൽ കൂടുതലായിട്ട് വിശ്വസിക്കുന്ന ഒരു ടൈപ്പ് കൂടിയാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പേഴ്സണാലിറ്റി ഉണ്ടോ നോക്കുക. ഈ പേഴ്സണാലിറ്റീന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ എന്താണ് ഇൻസൈറ്റ് എന്ന് പറയും. നമ്മൾ മാനസികമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻസൈറ്റ്, ഉൾബോധം എന്ന് പറയുന്ന കാര്യം. ഈ പേഴ്സണാലിറ്റി ഏത് പേഴ്സണാലിറ്റി ആയാലും പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെങ്കിലും സ്വയം ഒരു ഉൾബോധം വന്നാലേ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാറ്റാൻ പറ്റും. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളത്. കാരണം അവർക്ക് സ്വയം എന്ത് ചെയ്യില്ല, തോന്നില്ല. ഓക്കെ, പക്ഷെ സ്വയം തോന്നുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ എന്റെ ബേസിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റിന്റെ ആയിരിക്കാം. ഇപ്പൊ നമുക്ക് ജോലിയിൽ സ്ഥലത്ത് ഒരു രണ്ടാള് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പലരും ഒന്നിച്ചൊരു ടീം വർക്കായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് നമുക്ക് വരുന്ന ഒരു ഈ പാരനോയിഡ് പേഴ്സണാലിറ്റിക്കാർ എന്താ ചിന്തിക്കുക, അവർ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ എന്നെ പറ്റിയാണ്, ഇപ്പൊ അവര് കൂട്ടം കൂടി നിന്ന് സംസാരിക്കാൻ എന്നെ പറ്റിയാണോ എന്നൊരു ചിന്ത വരാം. ഓക്കെ, ആ ഒരു ചിന്ത ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ജോലിക്ക് തുടങ്ങിയ സമയത്ത് അവർ നമുക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കളിയാക്കിയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഉള്ളിൽ വെച്ച് വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്ന ഒരു പേഴ്സണാലിറ്റി കൂടിയാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഈ ഒരു ട്രേറ്റ്സ് ഉണ്ടോ, ഇതിന്റെ ലക്ഷണം ഉണ്ടോ എന്ന് നോക്കുക. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ പാർട്ട്ണർ, ഇപ്പൊ മാരീഡ് ആയ ആൾക്കാരാണെങ്കിൽ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ആർക്കെങ്കിലും ഈ ഒരു പേഴ്സണാലിറ്റി ഉണ്ടോ എന്നുള്ളത്. കാരണം ഈ പേഴ്സണാലിറ്റി അറിഞ്ഞിട്ട് വേണം നമ്മൾ ഒരാളെ ഡീൽ ചെയ്യാൻ എന്നാണ്. ഓക്കെ, ഒരാളുടെ വ്യക്തിത്വം അറിഞ്ഞു വേണം നമ്മൾ ആ വ്യക്തിയുമായിട്ട് നമ്മൾ ഇടപഴകാനും കാര്യങ്ങളും. കാരണം ഈ ഇങ്ങനെയുള്ള ഒരു വ്യക്തികളുമായിട്ട് നമ്മൾ ജോലി സ്ഥലത്ത് ഇടപഴകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ അവരെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കൊടുത്തു വേണം കാര്യങ്ങൾ പോകാനാണ്. അപ്പൊ നമ്മൾ പറയുന്ന അർത്ഥത്തിലല്ല അവർ എടുക്കുന്നെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യും, ബാക്കിയുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിക്ക് കൃത്യമായിട്ട് അതുപോലെ ഇപ്പൊ ഗ്രൂപ്പിന്റെ ഉള്ളിൽ വെച്ച് അവർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കളിയാക്കാനോ ഒന്നും പാടില്ല, അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ പാടില്ല. അതേസമയം ആ വ്യക്തിനെ ഒറ്റയ്ക്ക് മാറ്റി വിളിച്ച് പേഴ്സണലി ഒന്ന് പറഞ്ഞു നോക്ക്, കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് ഉണ്ടാക്കാം. അതുപോലെ ഒരു പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. ഈ പേഴ്സണാലിറ്റി, ഈ പാരനോയിഡ് പേഴ്സണാലിറ്റിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 പേരടങ്ങിയ അല്ലെങ്കിൽ 15 പേരടങ്ങിയ ഒരു ഗ്രൂപ്പിൽ ഈ ഒരു പാരനോയിഡ് പേഴ്സണാലിറ്റി ആണെങ്കിൽ ഒരു വ്യക്തി മതി ഈ 15 പേരെയും പല ഗ്രൂപ്പ് ആക്കി തിരിക്കാൻ. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് സ്കൂളിൽ നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുന്ന ടീച്ചേഴ്സ് നമ്മുടെ സ്റ്റുഡൻസിനോടും അല്ലെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ പറഞ്ഞ കാര്യം, ഈ ഒരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ പല ഗ്രൂപ്പ് ആക്കും അതിനെ. അത് ഇവിടുത്തെ കുറ്റം അവിടെ പോയി പറഞ്ഞു കൊടുക്കും, അവിടുത്തെ കുറ്റം വന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കും. പക്ഷെ ആള് ഭയങ്കര നിഷ്കളങ്കം, തോളത്ത് കൈയിട്ട് നമുക്ക് ചായ വാങ്ങിത്തരും. ഓക്കെ, അങ്ങനത്തെ ഒരു ടൈപ്പാണ് എന്ത് പാരനോയിഡ് പേഴ്സണാലിറ്റി എന്നുള്ളത്. അപ്പോൾ ആ വ്യക്തികളെ ഡീൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കൂടെയുള്ള ഒരു ഈ വ്യക്തിത്വം ഉള്ളതാണോ, അത് നമ്മൾ സെൽഫ് നോക്കുക. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഈ വ്യക്തികളാണോ നോക്കുക. അപ്പൊ അവരെ ഡീൽ ചെയ്യേണ്ടത് ഇപ്പൊ പ്രത്യേകിച്ച് ഒരു വൈഫിനാണ് അല്ലെങ്കിൽ ഹസ്ബൻഡാണ് പാരനോയിഡ് എങ്കിൽ നമ്മളൊരു പ്രോഗ്രാമിന് പോകുന്നു. ഓക്കെ, ഒരു പ്രോഗ്രാമിലേക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ തിരിച്ചു വരേണ്ട ടൈം ചിലപ്പോൾ 5 മണിയായിരിക്കും. നമ്മൾ ഒരിക്കലും 5 മണി എന്ന് അവരോട് പറയാൻ പാടില്ല. പകരം ഒരു 5:30 അല്ല അരമണിക്കൂർ 1 മണിക്കൂറോ കയറ്റി എന്ത് ചെയ്യണം, പറയാം. കാരണം ഈ ഒരു വ്യക്തിത്വമുള്ളവർ 5 മണിയായിട്ട് നിങ്ങളെ കണ്ടില്ല, വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും, അവർ അതിനെപ്പറ്റി എന്ത് ചെയ്യും, ചിന്തിക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് വന്നില്ല, ഇനി വേറെ വല്ല ഉടായ്പിനും പോയോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചിന്തിക്കാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ആ സമയത്ത് അതിന് ശേഷമാണ് കൂടുതലായിട്ട് ചിന്തിക്കുക. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പാർട്ണർ അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ ഒരു കുറച്ച് സമയം എന്ത് ചെയ്യുക, കയറ്റി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പറയാൻ വേണ്ടിയിട്ട്. വേറെ ഉടായ്പിനൊന്നും പോയിട്ട് അങ്ങനെ പറയരുത്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പോകാതെ തന്നെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നീറ്റായിട്ട് പോകുന്നിടയ്ക്ക് അങ്ങനെ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് പറയാൻ കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു പേഴ്സണാലിറ്റി ആണ് പറഞ്ഞത്, പാരനോയിഡ് പേഴ്സണാലിറ്റി എന്നുള്ളത്. ജസ്റ്റ് ഓടിച്ചു ഒന്നുകൂടി പറയാം. അവർ ഭയങ്കര സെൻസിറ്റീവ് ആയ ഒരു ആൾക്കാരായിരിക്കും, പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കും. പഴയ കാര്യങ്ങളൊന്നും മറക്കാതെ ഉള്ളിൽ ഒതുക്കി വെക്കുന്ന സ്വഭാവം ഉണ്ടാവുക, പോസ്റ്റ്പോൺ ചെയ്യുക, പിന്നത്തേക്കെല്ലാം മാറ്റി വെക്കുന്ന സ്വഭാവം ഉണ്ടാവുക, ആരംഭശൂരത്വം, തുടങ്ങുമ്പോൾ എല്ലാം ഉഷാറായിട്ട് തുടങ്ങും, ആ ഉഷാർ പിന്നീട് അങ്ങോട്ട് ഇല്ലാത്തൊരു ടൈപ്പ്. അതുപോലെ തന്നെ ഡൗട്ട്സ് അല്ലെങ്കിൽ സസ്പീഷ്യസ് ആയിട്ട് ചെറിയ സംശയങ്ങൾ കാണിക്കുന്ന ടൈപ്പ് ആയിരിക്കും. സെൽഫ് ഇമ്പോർട്ടൻറ്റ്, എപ്പോഴും സെൽഫായിട്ടൊരു ഇമ്പോർട്ടൻറ്റ്, എവിടെ പോയാലും അവർക്കൊരു ശ്രദ്ധ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പാണ്. അതുപോലെ മറ്റുള്ളവർ സംസാരിക്കും എന്നെ പറ്റി ആണോ എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാവാം. പെട്ടെന്ന് തന്നെ ഒരു കാര്യത്തിലേക്ക് എടുത്തിയാടി അല്ലെങ്കിൽ നേരത്തെ തന്നെ തീരുമാനം എടുക്കുന്ന ഒരു ടൈപ്പാണ്, ജമ്പിങ് ഇൻ ടു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഡബിൾ മീനിങ് ആട്രിബ്യൂട്ട് ചെയ്യുന്ന സ്വഭാവം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡാണോ എനിക്ക് അറിയത്തില്ല സർ, സ്പീഡിലാണോ പോകുന്നത്?
സാർ കണ്ടിന്യൂ നല്ല ക്ലാസ്. ഓക്കെ ഇല്ലേ കുഴപ്പം. ഓക്കെ. അടുത്ത് നമ്മൾ ഇപ്പൊ ഒരു പേഴ്സണാലിറ്റി ആണ് പറഞ്ഞത്. മെയിൻ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്ന അനുസരിച്ച് മെയിൻലി നമ്മൾ പഠിക്കുന്നത് 10 ടൈപ്പ് പേഴ്സണാലിറ്റി ആണ്. DSM എന്നുള്ള ക്രൈറ്റീരിയ അനുസരിച്ച് 10 ടൈപ്പ് ക്ലസ്റ്റർ A B C എന്നുള്ള അതിലിപ്പോ ഒരു പേഴ്സണാലിറ്റി ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് കാണുന്ന ഒരു പേഴ്സണാലിറ്റി നമ്മുടെ ചുറ്റും പ്രത്യേകിച്ച് ഞങ്ങൾ പറയുന്ന മലയാളീസിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു പേഴ്സണാലിറ്റി കൂടിയാണ് പാരനോട്ട് പേഴ്സണാലിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അടുത്തൊരു മെയിൻ ആയിട്ട് കാണുന്ന ഒരു പേഴ്സണാലിറ്റി ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി എന്നുള്ളത്. ഒരു ജോലി അല്ലെങ്കിൽ സ്ഥാപനമൊക്കെ നടത്തുന്നവർക്ക് എടുത്തു വെക്കാൻ പറ്റിയ അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്തിലേക്ക് എടുത്തു വെക്കുക അല്ലെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ആണ് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി. ഇപ്പൊ ഞങ്ങൾ പലരോടും നമ്മുടെ സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ നമ്മുടെ പരിചയമുള്ളവരൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഒരു സ്ഥാപനം തുടങ്ങുകയാണ്, അവിടെ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യണം എങ്കിൽ നമ്മൾ ഏറ്റവും നോക്കിയെടുക്കേണ്ടത് OCD അല്ല, ഒബ്സസീവ്. നമ്മൾ OCD എന്ന് പറയുന്നത് ഒസ്വാസ് എന്നൊക്കെ പറയുന്ന ആ ഒരു കാറ്റഗറിയാണ്, ആ ഒരു ടൈപ്പ് അല്ല, ഇതൊരു വ്യക്തിത്വമാണ്, ചെറുപ്പം തൊട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളെ എടുത്തു വെക്കുവാണെങ്കിൽ നമ്മുടെ വർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ ചാൻസ് ഉള്ള ഒരു പേഴ്സണാലിറ്റി. അതായത് മോറൽ വാല്യൂസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പേഴ്സണാലിറ്റിയാണ് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി. കുറച്ചെല്ലാം വ്യക്തതയോടെ കൃത്യതയോടെ നല്ല കൃത്യമായിട്ട് നമുക്ക് ചെയ്യണം, ഒരു വർക്ക് കൃത്യമായിട്ട് പോകണമെങ്കിൽ ഈ OC ഉള്ളവരെ അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഉള്ളവരെ എന്ത് ചെയ്യണം, എടുക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് അതിന്റെ ലക്ഷണത്തിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത് വരുന്നത് എല്ലാ കാര്യവും കൃത്യമായിട്ട് നിയമാനുസൃതമായിരിക്കണം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു കാര്യവും നിയമം വിട്ടിട്ട് അല്ലെങ്കിൽ അവരുടെ മോറൽ വാല്യൂസ്, പൊതുവേ നമ്മൾ പറയുന്നത് മോറൽ വാല്യൂസിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ നിയമങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ നിയമങ്ങൾക്ക് ഇപ്പൊ ഒരു വണ്ടി ഓടിക്കുവാണ്, കൃത്യമായിട്ട് നിയമങ്ങൾ പാലിച്ച് കൃത്യമായിട്ട് ഇപ്പോൾ 2 വീലർ ആണോ ഹെൽമെറ്റ് ഇടാതെ അല്ലെങ്കിൽ രണ്ടാള് ഹെൽമെറ്റ് വെച്ച് കൃത്യമായിട്ട് നിയമങ്ങൾ ഈവൻ പാർക്കിംഗ് പോലും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് ഈ OC ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി. ഓക്കെ, അതുപോലെ തന്നെയാണ് ഏറ്റവും വലിയ കൃത്യനിഷ്ഠ എന്നുള്ളത് ഏറ്റവും കൂടുതൽ. അതായത് 9 മണിക്ക് ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് മുമ്പെങ്കിലും അവിടെ എത്തണം, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഏത് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി. കൃത്യനിഷ്ഠയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓക്കെ ആൾക്കാരാണ്. ഇപ്പൊ നമുക്കത് വീട്ടിലുള്ളവർക്ക് അറിയാം. അവർ ചോദിച്ചാൽ ഇപ്പൊ ഒരു പ്രോഗ്രാമിന് പോകണം 9 മണിക്കാണ് അറിയാം, പക്ഷെ അവരൊരു അരമണിക്കൂർ മുമ്പെങ്കിലും അവിടെ എത്തുന്ന രീതിക്ക് അവർ പ്ലാൻ ചെയ്ത് കൃത്യത്തോടെ എന്ത് ചെയ്യും, അവര് ചെയ്യുന്നുണ്ടാവും. പിന്നെ വരുന്നതാണ് പെർഫെക്ഷനിസം. അതൊരു വർക്ക് ഏറ്റെടുത്താൽ 100% അവർ പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ്. അതിന്റെ റിസൾട്ടിലായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, കൃത്യമായിട്ട് ചാർട്ട് ചെയ്ത് ഒരു വർക്ക് ഏറ്റെടുത്തു, കൃത്യമായിട്ട് അത് ചാർട്ട് ചെയ്ത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യത്തോടെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഈ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഉള്ളത്. പിന്നെ വരുന്നതാണ് അവർ കുറച്ച് വെള്ളത്തിൽ കളി കുറച്ച് കൂടുതലാന്ന് പറയും. ശരിക്കും അത് കൂടുതലായിട്ട് വരുന്നത് OCD എന്നുള്ള നമ്മൾ ഒസ്വാസ് എന്നൊക്കെ നിങ്ങൾക്ക് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒസ്വാസ് അതിലൊക്കെയാണ് കുറച്ചുകൂടി വെള്ളം, പക്ഷെ ഇവരും എന്താണ് കുറച്ച് വെള്ളം യൂസ് ചെയ്യുന്നത് പൊതുവെ കുറവായിരിക്കും എന്നുള്ളത്. പിന്നെ ഇവര് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഓക്കെ, ഒരു വർക്ക് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഈ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി എന്നുള്ളത്. പിന്നെ വെച്ച് കഴിഞ്ഞാല് പൈസേന്റെ കാര്യത്തിൽ ഈ പിശുക്ക് ഹലോ ക്ലിയർ ആണോ? കേൾക്കാം. ഓക്കെ, ഇടയ്ക്കൊരു കോൾ വന്ന് സോറി കേട്ടോ. ഓക്കെ, അതായത് പിശുക്ക് കണ്ടുപിടിച്ചത് ഇവരാണോ എന്ന് എന്ത് ചെയ്യും, ചിലപ്പോൾ ഇവർക്ക് തന്നെ എന്ത് ചെയ്യും തോന്നിപ്പോകുന്ന ഒരു അവസ്ഥ. അതായത് ഒരു 5 രൂപ പോലും അനാവശ്യമായിട്ട് ചെലവാക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഇവര് ചിലപ്പോൾ ചെലവാക്കുന്നുണ്ടാവും, പക്ഷെ ഇവർക്ക് ഫീൽ ചെയ്യാം ഇവര് പൈസ കൂടുതലായിട്ട് എന്താണ് ചെലവാക്കുമ്പോൾ ഒരു ഉള്ളിൽ നിന്ന് ഒരു ഫീല് വരും, എന്തിനാ ചെലവാക്കുന്നത്, ഇത് കൃത്യതയോടാണ്. അല്ലെങ്കിൽ ഒരു 10 രൂപ ചെലവാക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കുന്ന ഒരു ടൈപ്പാണ്. ശരിക്കും അത് കൂടെ നിൽക്കുന്നവർക്കാണ് അത് ശരിക്കും എന്റെ പിശുക്ക് മനസ്സിലാവുക. ഓക്കെ, ഭയങ്കരമായിട്ട് പൈസയൊക്കെ കൃത്യതയോടെ ഇപ്പൊ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി, ഇപ്പൊ സ്ത്രീകളിലാണെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ പോയി, ആദ്യം അവർ അതിന്റെ ക്വാളിറ്റി അല്ല നോക്കുക, ആദ്യം അതിന്റെ വിലയാണ് നോക്കുക. ഓക്കെ, അതല്ലെങ്കിൽ ഒരു 5 രൂപ ഒരു സാധനം ഇപ്പൊ 5 രൂപ കൊടുക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും കൃത്യതയോടെ ആയിരിക്കും. അതിലിവർക്ക് കടം വാങ്ങാൻ തീരെ താല്പര്യം ഇല്ലാത്ത ടൈപ്പ് ആൾക്കാരാണ്. കടം വാങ്ങാൻ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കടം വാങ്ങിയപ്പോൾ നമ്മളൊരു 5 രൂപ കൊടുത്താലും അല്ലെങ്കിൽ വാങ്ങിയാലും കൃത്യസമയത്ത് തന്നെ തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ തിരിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിത്വം എന്ന് പറയും. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത റിപ്പീറ്റഡ് തോട്ട്സ് ഇവർക്ക് എന്ത് ചെയ്യും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ്. അതായത് ഇപ്പോ എന്താണ് ഒരു കാര്യം ചെയ്യണം, അതിന്റെ നെഗറ്റീവ് സൈഡ് ആയിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത് ആദ്യം ചിന്തിക്കുന്നുണ്ടാവുക.
ഇപ്പൊ നമുക്കൊരു ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യണം എന്ന് വിചാരിക്കുക. അതിന്റെ നെഗറ്റീവ് സൈഡ് ഇവർ ആദ്യം എന്ത് ചെയ്യും, ചിന്തിച്ച് കൂട്ടുന്നുണ്ടാവും. അതേപോലെ അമിതമായിട്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഇപ്പൊ കൂടുതലും ഈ എക്സാം ഫിയർ, അതായത് നമുക്ക് കുട്ടികൾ കാണുന്ന പഠനമായിട്ട് ബന്ധപ്പെട്ട അവർ എക്സാമിന് സമയത്തുള്ള പേടി കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്ന ഒരു പേഴ്സണാലിറ്റി ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അവർക്ക് എക്സാം എന്ന് കേൾക്കുമ്പോഴേ എന്ത് ചെയ്യും, ഇവർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കിംഗ് ആണ്, കൃത്യമാണ്, സിസ്റ്റമാറ്റിക് ആണ്. പക്ഷെ ഇവരെ അതിനെപ്പറ്റി എന്ത് ചെയ്യും, ചിന്തിച്ച് എന്ത് ചെയ്യും, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് എന്ത് ചെയ്യില്ല, മാർക്ക് കൃത്യമായിട്ട് കിട്ടില്ല. അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യും, ടെൻഷൻ ആയിട്ട് പോകും. കൂടുതൽ എക്സാം ഫിയർ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന ഒരു പേഴ്സണാലിറ്റി ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റിയിലാണ്. പിന്നെ വരുന്നത് ആങ്ഷ്യസ് അബൌട്ട് അതിന്റെ ഒപ്പം തന്നെ പാരനോid പേഴ്സണാലിറ്റി വരും. ഓക്കെ, പിന്നെ വരുന്നതാണ് ഭയങ്കര അടുത്തൊരു ഇത് വെച്ചാൽ ഭയങ്കര റിജിഡ് ആയിരിക്കും, ഭയങ്കര പിടിവാശി കൂടുതലാണ്. ഞാൻ പിടിക്കുന്ന മുയലിന് 2 കൊമ്പ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇതിൽ വരുന്നത് ഈ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി. അതായത് ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരും ചെയ്യണം. ഇപ്പൊ ഞാൻ 9 മണിക്ക് ഒരു സ്ഥലത്ത് ഡ്യൂട്ടിക്ക് കൃത്യമായി ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഞാൻ 9 മണിക്ക് എത്തുന്നുണ്ട്. എന്റെ കൂടെയുള്ളവർ കൃത്യമായിട്ട് 9 മണിക്ക് മുമ്പ് എത്തണം, അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ വർക്ക് കൃത്യമായിരിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ വീട്ടിലൊക്കെ ആണെങ്കിൽ എന്താണ് ഒരു പാത്രം അല്ലെങ്കിൽ എപ്പോഴും പാത്രം എപ്പോഴും നല്ല കഴുകി വൃത്തിയായിട്ട് തന്നെ കിട്ടണം. അങ്ങനെ ഭയങ്കര പിടിവാശി വരുന്ന ഒരു ടൈപ്പും കൂടിയാണ് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് നോക്കുന്ന ഒരു ടൈപ്പ്. അതായത് ഇപ്പൊ നമ്മൾ ഡോർ അടച്ച് നമ്മൾ എവിടെയെങ്കിലും പോവാണ്, ഇവർക്ക് തോന്നൽ വരും ഡോർ അടച്ചിരുന്നു, ഞാൻ ശരിക്കുമാണോ ലോക്കായി, അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ആക്കി, ഞാൻ ശരിക്കുമാണോ ഓഫ് ആക്കി. അങ്ങനെ അമിതമായിട്ടുള്ള ചിന്തകൾ വരുന്ന, എക്സസീവ് ഡൗട്ട്സ് വരുന്ന ഒരു ടൈപ്പും കൂടിയാണ് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി. അമിതമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് രോഗം, അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വന്ന് നോക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണമെങ്കിൽ അത് OCD-ന്റെ കൂടി ഭാഗമാവും. ഇതിൽ നിന്ന് വെച്ചാൽ ചിന്തകളാണ് വരിക, അടച്ചോ, അങ്ങനത്തെ ഒരു ചിന്തകൾ വരുന്ന ഒരു ടൈപ്പും കൂടിയാണ്. പിന്നെ ഇവരൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സാധനങ്ങളൊന്നും പെട്ടെന്ന് കളയില്ല. അതായത് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ ചിലർ പേന, ഉദാഹരണത്തിന് ഒരു പേനയാണെങ്കിൽ മടിച്ചു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും എന്ത് ചെയ്യും, മാറ്റി വെക്കണമെങ്കിൽ വലിച്ചെറിയും. ഇവരെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഡ്രസ്സ് വാങ്ങി, ഓക്കെ, ചിലപ്പോൾ ഡ്രസ്സ് വാങ്ങി, പുതിയ ഡ്രസ്സ് വാങ്ങി നമ്മൾ നമ്മുടെ അലമാര വെച്ച് പൂട്ടിയാലും പഴയ ഡ്രസ്സായിരിക്കും ഇവർ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇടുന്നുണ്ടാവുക. അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മാത്രം എന്ത് ചെയ്യും, ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അതായത് പഴയ സാധനങ്ങൾ മാക്സിമം ഉപയോഗിക്കുക, കളയാതെ സൂക്ഷിച്ചു വെക്കുന്ന ടൈപ്പ്. ഇത് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും എന്ന് വെച്ച് ഇങ്ങനെ എടുത്തു വെക്കുന്ന ടൈപ്പാണ് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി എന്നുള്ളത്. ഓക്കെ, ഈ ഒരു പേഴ്സണാലിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇവർ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, ഹൈലി വർക്കിംഗ് ആണ്. പക്ഷെ എന്തുണ്ടാവില്ല, അതിനനുസരിച്ച് ഒരു റിസൾട്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഇപ്പൊ നമ്മൾ കുട്ടികളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികൾ ഈ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ എടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്കൂൾ തുടങ്ങി അന്ന് തൊട്ട് കൃത്യമായിട്ട് വൃത്തിയിൽ നോട്ടൊക്കെ എഴുതി. അപ്പൊ നമ്മൾ നോട്ടൊക്കെ എഴുതുന്ന ഭയങ്കര നല്ല നീറ്റ് ആയിരിക്കും, എപ്പോഴും നല്ല കറക്റ്റ് ലൈൻ ഇട്ട് കറക്റ്റ് വൃത്തിയിൽ കറക്റ്റ് ബോർഡർ ഒക്കെ വരച്ചതായിരിക്കും. ഇപ്പൊ തുടക്കത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ നമ്മൾ നോട്ട് എഴുതി തുടങ്ങി, ആദ്യത്തെ പേജിലാണ് ചിലപ്പോൾ നമ്മൾ നോട്ട് ചെയ്യുന്നത്, ലാസ്റ്റിലേക്ക് ചിലപ്പോൾ ഒരു തെറ്റ് വന്നാൽ അത് മൊത്തം കീറി കളഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യും, ആദ്യം തൊട്ട് എഴുതും. ഓക്കെ, അതുപോലെ തന്നെ പഠിക്കാൻ ഒരുപാട് സമയം എടുക്കും. കാരണം റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഇവർ ഒരേ സാധനം പഠിക്കുന്നത്. ഇവർക്കൊരു തോന്നലുണ്ട്, പഠിച്ചത് ശരിയായില്ല, പഠിച്ചത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്, ഓർമ്മ കിട്ടില്ല, ഇങ്ങനെ ടെൻഷൻ റിപ്പീറ്റ് തോട്ട്സ് ഉള്ളത് കൊണ്ട് എന്തുണ്ടാവും, റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പഠിക്കും, ഒരേ കാര്യമായിരിക്കും. അപ്പോൾ പഠിക്കാൻ ഒരുപാട് സമയം എടുക്കും. പക്ഷെ ബാക്കി പാരനോid പേഴ്സണാലിറ്റിക്കാർ പഠിക്കാൻ ഇരിക്കില്ല, പക്ഷെ അപ്പൊ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് വെച്ചിട്ട് നല്ല മാർക്ക് വാങ്ങും. പക്ഷെ ഈ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റിക്കാർ നന്നായിട്ട് പഠിക്കും, പക്ഷെ എന്തില്ല, മാർക്ക് ചിലപ്പോൾ അത്ര കിട്ടണമെന്നില്ല. ഓക്കെ, പിന്നെ വരുന്ന എല്ലാം സ്ലോ ആയിരിക്കും. കാരണം ഈ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടും ഭയങ്കര സ്ലോ ആണ് പൊതുവെ ആക്ടിവിറ്റീസ് നമ്മൾ പറയാം. ഓക്കെ, അവർ സമയം പറഞ്ഞ സമയത്ത് ചെയ്യെങ്കിലും ചെറിയ സ്ലോനെസ് എന്ത് ചെയ്യാൻ വരാൻ കാരണമുണ്ട്. പിന്നെ അതിന്റെ ഏറ്റവും വലിയ പറഞ്ഞത് പിടിവാശി. ഓക്കെ, പിടിവാശി ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ടൈപ്പ് പേഴ്സണാലിറ്റി എന്നുള്ളത് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി OC പേഴ്സണാലിറ്റിയിലാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ മോറൽ വാല്യൂസിന് നമ്മുടെ ചുറ്റും നടക്കുന്ന നമ്മുടെ എഴുതി വെച്ച നിയമങ്ങൾക്കപ്പുറം ഒരു ആസ് എ റിലീജിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുവാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ നിയമങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള നിയമങ്ങൾ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മോറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തികളാണ് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി. കാരണം ഒരു തെറ്റായ രീതികൾ എന്ത് ചെയ്യാൻ പോകാൻ ചാൻസ് കുറവാണ്. അതായത് നിയമങ്ങൾ വിട്ട് അല്ലെങ്കിൽ ഒരു വേറെ തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ പോലും പോകാൻ ചാൻസ് കുറവുള്ള ആൾക്കാരാണ് ഈ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി. പക്ഷെ ഇവരുടെ ഒരു വേറൊരു പ്രത്യേകത, നെഗറ്റീവ് ക്രിറ്റിസിസം കൂടുതലായിരിക്കും. അതായത് ഒരു കാര്യം, ഇപ്പോ ഒരു വൈഫ് നല്ല ഭക്ഷണമായിരിക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇവര് വായിൽ വെച്ച് കഴിക്കുന്ന പാടെ നല്ല ഫുഡായിരിക്കും, പക്ഷെ അതിൽ എന്താണോ നെഗറ്റീവ് അതായിരിക്കും അവരെന്ത് ചെയ്യുക, ആദ്യം പറയുന്നുണ്ടാവുക. ഓക്കെ, അത് ഈ വ്യക്തികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. എന്റെ അതിന്റെ നെഗറ്റീവ് സൈഡ് ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരാളോട് ഒരു നെഗറ്റീവ് സൈഡ് തോന്നി, ഈ പാരനോid പേഴ്സണാലിറ്റിക്കാണെങ്കിൽ ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ടൈപ്പാണ്, കിട്ടുന്ന അവസരം പണി കൊടുത്തു. ഇവര് സ്ട്രേറ്റ് ഫോർവേഡ്, അപ്പൊ തന്നെ എന്ത് ചെയ്യും, കൃത്യതയോടെ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു തീർക്കും. അപ്പോ മറ്റു വ്യക്തികൾക്ക് ചിലപ്പോൾ അത് ഫീൽ ആവാം, ബുദ്ധിമുട്ടൊക്കെ എന്ത് ചെയ്യാം, ചിലപ്പോൾ വരാം. ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്രീ ആയി, പിന്നെ അത് ഉള്ളിൽ വെക്കുന്ന സ്വഭാവം ആർക്കില്ല, ഈ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റിക്കാർക്കില്ല. പക്ഷെ അതേസമയം പാരനോid പേഴ്സണാലിറ്റിക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, അതിങ്ങനെ ഉള്ളിൽ ഒതുക്കി വെച്ച് കിട്ടുന്ന അവസരമാണ് എന്ത് ചെയ്യുന്നത്,
പണി കൊടുക്കുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പിന്നെ എക്സാം ഫിയർ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു ടൈപ്പാണ് ഈ ഒബ്സസീവ് കമ്പൽസീവ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളാണ്. പൊതുവെ ഇവർ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കാൻ വളരെയധികം ചാൻസ് കുറവുള്ള ആൾക്കാരാണ്. പക്ഷേ സാധാരണ ലഹരി വസ്തുക്കൾ ഒന്നും തന്നെ മദ്യമോ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇവർ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് റിസ്ക് ആണെന്നാ പറയാം. കാരണം ഇവരുടെ ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ ബിഞ്ച്, ഇപ്പൊ നമ്മൾ ആൽക്കഹോളിസം ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ബിഞ്ച് ഡ്രിങ്കിങ് പാറ്റേൺ എന്ന് പറഞ്ഞ സംഭവം അത് കൂടുതലായിട്ട് കാണുന്നത് ഈ OC പേഴ്സണാലിറ്റിയിലാണ്. അതായത് ഇവർ മദ്യവും ലഹരി വസ്തുക്കളും ഒന്നും ഉപയോഗിക്കില്ല, പക്ഷെ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യും, ഉപയോഗിക്കും. ഓക്കെ, ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പൊ ആൽക്കഹോളിസം പൊതുവെ ഇവരിൽ കൂടുതലായിട്ട് കാണുന്നത് ആൽക്കഹോളിസം ആണ് വരാൻ ചാൻസ്. അപ്പോൾ എന്ത് ചെയ്യും, ആൽക്കഹോൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ അമിതമായിട്ട് എന്ത് ചെയ്യും, ഉപയോഗിക്കുന്ന സമയത്ത് അമിതമായിട്ട് ഉപയോഗിക്കും. പിന്നെ കുറച്ച് നാളത്തേക്ക് അവർ നിർത്തും, പിന്നെ ഉപയോഗിക്കാനോ കാര്യങ്ങൾക്കൊന്നും പോകില്ല. വീണ്ടും ഒരു ഗ്ലാസ്, ഇപ്പൊ ഇവർ വിചാരിക്കുന്ന ഒരു ചെറിയൊരു പെഗ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്ലാസ് കഴിച്ചാൽ കുഴപ്പമില്ല എന്നാണ് ഇവർ വിചാരിക്കുക. പക്ഷെ ആ ഒരു ഗ്ലാസ് കഴിക്കുമ്പോൾ തന്നെ വീണ്ടും എന്ത് ചെയ്യും, അവരെന്താണ് വീണ്ടും അമിതമായിട്ട് കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് OC പേഴ്സണാലിറ്റിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് സാധാരണ മദ്യമോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല, പക്ഷെ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇടയ്ക്ക് അവർ ബ്രേക്ക് എടുക്കും, ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയുന്നില്ല, അവിടെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കും, അവരായിട്ട് തന്നെ എന്ത് ചെയ്യും, ബ്രേക്ക് എടുക്കും. വീണ്ടും എന്ത് ചെയ്യും, ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ വീണ്ടും ബൾക്കായിട്ട് ഉപയോഗിക്കും. ചിലപ്പോൾ 2-3 ആഴ്ച അടുപ്പിച്ച് മദ്യം കഴിക്കും, പിന്നെ അവർ തന്നെ വിചാരിക്കും നന്നാവണം വിചാരിക്കും, ചിലപ്പോൾ മാസങ്ങളോളം നന്നാവും, വീണ്ടും ചിലപ്പോൾ അറിയാതെ എന്ത് ചെയ്യും, ഉപയോഗിച്ച് പോകും, പിന്നെ ആ സമയത്ത് ബൾക്കായിട്ട് ഉപയോഗിക്കും, വീണ്ടും ഇങ്ങനെ നന്നാവുന്ന ഒരു ടൈപ്പും കൂടിയാണ് ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി എന്നുള്ളത്. ഓക്കെ, നമുക്ക് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മോറൽ വാല്യൂസിനും അതുപോലെ തന്നെ നമുക്കൊരു ജോലി സ്ഥലത്തും എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഈ ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി. പക്ഷെ കൂടെ നിൽക്കുന്നവർക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് വരിക. അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി വ്യക്തമായിട്ട് എന്ത് ചെയ്യും, പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തിൽ വരുന്നത്, ഈ ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റിയുള്ള മെയിൻ ആയിട്ടുള്ള അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ പറയും. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ ഒരു പേഴ്സണാലിറ്റി കൂടി നമുക്ക് പറയാം. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇനി വരുന്ന ജനറേഷനിൽ ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. ഇത് തന്നെ പലർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ, അതായത് ഇപ്പോഴത്തെ പുതിയ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പേപ്പറൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ബോർഡർ ലൈൻ അല്ലെങ്കിൽ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി എന്ന് പറയും. നമ്മൾ ശരിക്കും പറഞ്ഞ ഈ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പേഴ്സണാലിറ്റിയാണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. ഓക്കെ, ഇപ്പോഴത്തെ നമ്മുടെ പുതിയ ജനറേഷനിൽ കൂടുതലായിട്ട് കാണുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ, പണ്ടൊക്കെ നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി കൂടുതലായിട്ട് കണ്ട് പെൺകുട്ടികളാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ലക്ഷണങ്ങൾ പണ്ട് തൊട്ടേ ഈ പേഴ്സണാലിറ്റി ഒരു രോഗം എന്ന് പറയണമെങ്കിൽ, പേഴ്സണാലിറ്റി എന്ന് പറയണമെങ്കിൽ സാധാരണ നമ്മൾ 18 വയസ്സ് കഴിയണം. പക്ഷെ ഇതിന്റെ വ്യക്തിത്വത്തിന്റെ ലക്ഷണങ്ങൾ എന്ത് ചെയ്യാം, പണ്ട് തൊട്ട് എന്ത് ചെയ്യാം, കാണിക്കാം, ചെറുപ്പം തൊട്ട് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ പെട്ടെന്ന് ഒന്ന് ഓടിച്ച് പറയാം. ഒന്നാമത് വരുന്ന ഐഡന്റിറ്റി ഡിസ്റ്റർബൻസ് എന്ന് പറയും. എന്നെ ആരും അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു എന്താണ് പെട്ടെന്നുള്ള ചേഞ്ചിങ്, ഒരു ആംബിവാലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഒന്നിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത ഒരാൾക്കാരാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. ഇപ്പൊ ഞാൻ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇപ്പൊ നമ്മളൊക്കെ പേപ്പറൊക്കെ വായിക്കുമ്പോൾ സ്ഥിരം കാണുന്നതാണ് കല്യാണം കഴിഞ്ഞ് 2 കുട്ടികൾ ഉണ്ടായിട്ട് വേറെ പലരെയും കൂടി ചാടിപ്പോയി, അല്ലെങ്കിൽ വേറെ മാരേജ് അല്ലെങ്കിൽ ചാടിപ്പോയി എന്നൊക്കെ അല്ലെങ്കിൽ വേറെ ആൾക്കാരോട് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു വ്യക്തിത്വമാണ് മിക്കവാറും വരുന്ന ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്തുന്ന, അല്ലെങ്കിൽ ശരിക്കും നമ്മൾ പലതും വായിക്കുന്ന ശരിക്കുള്ള ആത്മഹത്യ ആവണം എന്നില്ല, പലരും എന്താണ് ത്രെട്ടണിങ്ങിന്റെ ഭാഗമായിട്ട് വരാം. ഈ ഒരു പേഴ്സണാലിറ്റി ഉള്ളവർക്ക് ചെറുപ്പം തൊട്ടൊരു സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ കൂടുതലുള്ള ടൈപ്പ്. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാമത് വരുന്നതാണ് എല്ലാത്തിനും എന്താണ് ഉറച്ചു നിൽക്കാൻ പറ്റാത്തൊരു ക്യാരക്ടർ ആയിരിക്കും. ഒരു തീരുമാനം എടുത്താൽ ഒരു സ്റ്റേബിൾ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, നിൽക്കാൻ പറ്റില്ല. ഐഡന്റിറ്റി ഡിസ്റ്റർബൻസ് എന്ന് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അവർക്ക് അവരെ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഒരു അവസ്ഥയാണ് ഇത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്നുള്ളത്. പിന്നെ വരുന്നതാണ് ഇന്റൻസ് ആൻഡ് അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ്. അതായത് ഒരു അടുക്കുമ്പോൾ ഭയങ്കര അടുപ്പായിരിക്കും, ഒരു വ്യക്തിയായിട്ട് അടുക്കും, ഭയങ്കരമായിട്ട് അടുക്കും, എന്നാൽ പെട്ടെന്ന് തന്നെ ചെറിയ കാര്യത്തിന് പെട്ടെന്ന് ഉടക്കി പിരിയുന്ന ഒരു ടൈപ്പ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഇവർ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചെറിയ നമ്മൾ സ്കൂൾ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചറിയാം, പെട്ടെന്ന് ചെന്ന് അല്ലെങ്കിൽ പ്രേമബന്ധത്തിൽ ചാടുന്നുണ്ട് അല്ലെങ്കിൽ അഫയർ ചെന്ന് ചാടുന്നുണ്ട് ഉണ്ടെങ്കിൽ മിക്കവാറും അവർ ഈ ഒരു പേഴ്സണാലിറ്റിക്ക് ഉടമയായിരിക്കും പറയാം. ചെറിയ പ്രായത്തിൽ തന്നെ പ്രേമങ്ങൾ അല്ലെങ്കിൽ അഫയർ ഒക്കെ ആയിട്ട് ചെന്ന് ചാടുന്നുണ്ടെങ്കിൽ മിക്കവാറും എന്താണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിന്റെ ഭാഗമായിട്ടാണ്. അതേസമയം മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. ഒരേ സമയം 2-3 പേരുമായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടൈപ്പാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. അടുക്കം ഭയങ്കര അടുപ്പവും, അകന്നു കഴിയുമ്പോൾ ഒരു അകൽച്ച, ഭയങ്കരമായിട്ടുള്ള അകൽച്ച വരുന്ന ഒരു ടൈപ്പ് പേഴ്സണാലിറ്റിയാണ്. പിന്നെ വരുന്നതാണ് ഏറ്റവും കൂടുതൽ വരുന്നതാണ് അമിതമായിട്ടുള്ള ദേഷ്യം കൂടുതലുള്ള പേഴ്സണാലിറ്റി. അതായത് ഇമ്പൾസീവ് ആയിട്ട് എടുത്തുചാട്ടം കൂടുതലായിരിക്കും അവർ.
എടുത്തിയാടി ഓരോ കാര്യം ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ദേഷ്യം പിടിക്കുമ്പോൾ സാധനങ്ങൾ വലിച്ചെറിയുക, പൊട്ടിക്കുക, നശിപ്പിക്കുക തുടങ്ങിയ സ്വഭാവമുള്ള ഒരു ടൈപ്പ് ക്യാരക്ടറാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. ഇപ്പോ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് ഫോൺ വലിച്ചെറിയുക, അതിപ്പോ വീട്ടിലെ അടുക്കളയിലാണെങ്കിൽ സാധനങ്ങൾ പാത്രങ്ങളൊക്കെ ഒന്ന് വലിച്ചെറിയുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് വലിച്ചെറിയുക. ഓക്കെ, ആ ഒരു ടൈപ്പാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ലക്ഷണം. അതായത് അമിതമായിട്ടുള്ള പെട്ടെന്നുള്ള എടുത്തിയാട്ടം കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം പിടിക്കുമ്പോൾ സാധനങ്ങൾ വലിച്ചെറിയ, പൊട്ടിക്കുക, നശിക്കുക. ഈ എടുത്തിയാട്ടത്തിന്റെ ഭാഗമായിട്ട് ഓരോന്ന് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അവർ വന്നിട്ട് എന്ത് ചെയ്യും, സോറി പറയും, അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുന്ന ഒരു ടൈപ്പും കൂടിയാണ്. അതായത് ഇമ്പൾസീവ് ആണ്, സഡൻ ആയിട്ടുള്ള എടുത്തിയാട്ടം കൂടുതലായിട്ട് വരുന്ന ടൈപ്പാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് വെച്ചാൽ. പിന്നെ അവർക്ക് തോന്നുക എംപ്റ്റിനെസ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അതായത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല. ഇപ്പൊ വീട്ടിലൊക്കെ മക്കളാണെങ്കിൽ നമ്മൾ എല്ലാ മക്കളെയും ഒരേപോലെ ആയിരിക്കും നമ്മൾ സ്നേഹിക്കുന്നുണ്ടാവുക. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾക്ക് തോന്നുക എന്നേക്കാൾ കൂടുതൽ ബാക്കിയുള്ളവരെയാണ് കെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷനിലാണെങ്കിൽ വൈഫിന് ഇടയ്ക്ക് അല്ലെങ്കിൽ ഹസ്ബൻഡ് തോന്നും, അല്ലെങ്കിൽ തോന്നുന്ന ഒരു കാര്യം, എന്നേക്കാൾ കൂടുതൽ അവർ അവരുടെ വീട്ടുകാരെയാണ് സ്നേഹിക്കുന്നത്, എന്നെ അത്രയും കെയർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനൊക്കെയാണ് നമ്മൾ നന്നായിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കത് ഇടയ്ക്ക് ഫീൽ ചെയ്യുക, ചിലപ്പോൾ ഇടയ്ക്ക്, എപ്പോഴും അല്ല, സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോൾ അവർക്ക് തോന്നുക എന്നെ വേണ്ടത്ര ആരും പരിഗണിക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല. എപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ തോന്നിക്കൊണ്ടിരിക്കും. ഓക്കെ, എംപ്റ്റിനെസ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു, ഫീൽ ചെയ്യുന്ന ടൈപ്പാണ്. അതുപോലെ തന്നെയാണ് ട്രാൻസിയന്റ് സ്ട്രെസ് റിലേറ്റഡ് പാരനോയിഡ് ഐഡിയേഷൻ എന്നുള്ളത്. ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ തോന്നും വീട്ടുകാരെ ഒന്നും ബാക്കി ബാക്കിയുള്ളവർ എന്നെ കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്നെ ഒറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ എന്നെ കളിയാക്കുന്നു എന്നൊരു തോന്നലുണ്ടാവും. ഓക്കെ, പിന്നെ വരുന്നതാണ് മൂഡ് സ്വിങ്സ്. അതായത് ഓന്തിന്റെ അന്ത്യ സ്വഭാവമാണ്. പ്രത്യേകിച്ച് ലേഡീസിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയഡ്സിന്റെ സമയത്ത് എന്താണ്, ഹൈലി മൂഡ് ഫ്ലക്ച്വേഷൻസ് എന്ത് ചെയ്യാം, വരാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. ഇവർക്ക് കുറച്ചും കൂടി കൂടുതലായിരിക്കും. ബാക്കി പൊതുവേ വരുന്ന മൂഡ് സ്വിങ്സ് കാര്യങ്ങൾ എല്ലാ ലേഡീസ് അല്ലെങ്കിൽ ഇവർക്ക് വരാം. പക്ഷേ ഈ ഒരു പേഴ്സണാലിറ്റി ഉള്ളവർക്ക് ഒരു ഹൈ ലെവൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അമിതമായിട്ടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്നുള്ളത്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ എടുത്തിയാട്ടം കൂടുതൽ, ഭയങ്കരമായിട്ട് ദേഷ്യം, അതുപോലെ അഫക്റ്റീവ് ഇൻസ്റ്റബിലിറ്റി, മൂഡ് സ്വിങ്സ് എന്താണ്, ഹൈലി വരുന്ന ഒരു ടൈപ്പും കൂടിയാണ് ഈ ഒരു വ്യക്തിത്വം എന്നുള്ളത്. ഇതിൽ സാധാരണ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറുപ്പം തൊട്ട് ഇതിന്റെ ലക്ഷണം കാണാം. ഇതിന്റെ ചെറുപ്പത്തിലുള്ള അല്ലെങ്കിൽ കുട്ടികളിൽ കാണുന്ന ഒരു വേർഷൻ ആണ് ODD എന്ന് പറയും. ഇതിനു മുമ്പ് ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ് ഒക്കെ എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കയറാതിരുന്നത്. ഇതിൽ ODD എന്ന് പറയുന്നത് ഒപ്പോസിഷൻ ഡീഫിയന്റ് ഡിസോർഡർ എന്ന് പറയും. ഏകദേശം 9 അല്ലെങ്കിൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾ കാണുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഒന്നുള്ള അമിതമായുള്ള ദേഷ്യം ഉണ്ടാവുക, ദേഷ്യം പിടിക്കുമ്പോൾ അനാവശ്യമായുള്ള ചീത്ത വാക്കുകൾ പറയുന്നുണ്ടാവുക. അതുപോലെ തന്നെ എന്ത് തെറ്റ് ചെയ്താലും മറ്റുള്ളവരെയാണ് ബ്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരാണ് ചെയ്യുന്നത്, മറ്റുള്ളവർ കാരണമാണ്, അങ്ങനെ ബ്ലെയിം ചെയ്യുന്ന ടൈപ്പാണ് ഇവരുണ്ടാവുക. ഇതിന്റെ ഹയർ, അതായത് ഈ ODD എന്നതിന്റെ ഒരു ഹയർ വേർഷൻ ആയിട്ടാണ് നമ്മൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിനെ ഞങ്ങൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ്, എന്ത് ചെയ്താലും മറ്റുള്ളവർ ബ്ലെയിം ചെയ്യുന്ന സ്വഭാവം. മുതിർന്ന ആൾക്കാരെ തീരെ ബഹുമാനിക്കാത്ത സ്വഭാവം ഉണ്ടാവുക. ഓക്കെ, മുതിർന്ന ആൾക്കാരെ അവർ പറയുന്നതിനെ ഭയങ്കര ധിക്കരിച്ച് പറയുന്ന സ്വഭാവം ഉണ്ടാവും. എന്തിനേയും എതിർത്ത് പറയാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ട് കാണുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. ഓക്കെ, ഈ പേഴ്സണാലിറ്റി ഇപ്പോൾ എനിക്കൊന്ന് ഇപ്പോഴത്തെ ജനറേഷൻ ഏകദേശം ഇനി ഒരു 2030 അല്ലെങ്കിൽ 2035 അടുത്ത് ഏകദേശം നമ്മുടെ ലോകത്തുള്ള ജനസംഖ്യയിൽ 30 to 35% ആൾക്കാർ ഈ ഒരു പേഴ്സണാലിറ്റിക്ക് ഉടമകളാവുന്ന, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണാലിറ്റിക്ക് കാരണമാവുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കാണുന്നത് മൾട്ടിപ്പിൾ അഫെയറുകൾ, ലവ് അഫെയർ വരാൻ ചാൻസ് ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ടും വേറെ പലരുമായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ റിലേഷൻസ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മിക്കവാറും ആ വ്യക്തികൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്ക് ഉടമകളാണ്. ഓക്കെ, പിന്നെ വരുന്ന മോട്ടിവേഷൻ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അവരുടെ മൂഡ് സ്വിങ്സിനനുസരിച്ച് എന്ത് ചെയ്യും, മോട്ടിവേഷൻ കൂടുകയും കുറയുകയും ചെയ്യും. അതായത് ഇപ്പൊ നല്ല ഹാപ്പി ആണെങ്കിൽ അവർ നല്ല നല്ല പ്ലാൻ, കുറച്ചും അവർ അത് എന്ത് ചെയ്യും, അവർ ഡൗൺ ആവുമ്പോൾ അതങ്ങ് എന്ത് ചെയ്യും, ഇട്ടിട്ടും ഓന്തിന്റെ അന്ത്യ സ്വഭാവം മാറുന്ന ടൈപ്പ് എന്നാണ് ഇവരെ പറ്റി പറയും. ഓക്കെ, പിന്നെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, ഏറ്റവും കൂടുതൽ നമ്മൾ മരൈറ്റൽ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മുമ്പിൽ വരുന്ന കേസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പേഴ്സണാലിറ്റി ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആണ്. ഓക്കെ, കാരണം എന്താണ്, ഒരു അവരുമായിട്ട് എപ്പോഴും എന്ത് ചെയ്യണം, വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. പ്രേമിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ പ്രേമബന്ധത്തിൽ ചാടി അതിന് ശേഷം പിന്നീട് കല്യാണം കഴിയുന്ന ആൾക്കാർ ആ സമയത്തൊക്കെ ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യും, പതുക്കെ അകലാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാവും. അതുപോലെ തന്നെ ഏറ്റവും വലിയ റിസ്ക് ഇതിൽ സൂയിസൈഡ് റിസ്ക് ആണ്, ത്രെട്ടണിങ്ങിന്റെ ഭാഗമാണ്. ശരിക്കും ആത്മഹത്യ എന്നുള്ളത് വിഷാദ രോഗത്തിന്റെ ആണെങ്കിൽ പറയുമ്പോഴും ഇതിൽ കൂടുതൽ വരുന്ന ത്രെട്ടണിങ് ആണ്, ബാക്കിയുള്ളവരെ പേടിപ്പിച്ച് കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പലരും നമ്മുടെ ഇവിടെ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ബോർഡർ ലൈനിലുള്ള ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കയ്യിലൊക്കെ മൾട്ടിപ്പിൾ ഇതുണ്ടാവും, വരച്ചുണ്ടാവും. ചിലരൊക്കെ കാണുമ്പോൾ നമ്മുടെ കൈ മൊത്തം വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാലിൽ വരയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനത്തെ സൂയിസൈഡൽ ത്രെട്ടണിങ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ സൂയിസൈഡൽ ത്രെട്ടണിങ് പലരും നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ പേപ്പറിൽ കാണുന്ന എല്ലാം എന്താണ്, ശരിക്കുള്ള ആത്മഹത്യ ആവണമെന്നില്ല. ശരിക്കും മീൻസ് ശരിക്കും ഡിപ്രഷന്റെ ഭാഗമായിട്ടുള്ള, വിഷാദത്തിന്റെ ഭാഗമായിട്ടുള്ള ആത്മഹത്യ ആവണമെന്നില്ല. പകരം എന്താ വരുന്നത്, ത്രെട്ടണിങ് ആണ്, ബാക്കിയുള്ളവർ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ചിലപ്പോൾ അതെന്ത് ചെയ്യും, ശരിക്കുള്ള സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നതാണ് ജോബ് ഷിഫ്റ്റിംഗ്.
ഒരു ജോലി വിട്ട് അടുത്തതിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാനുള്ള ചാൻസ്. ഓക്കെ, ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ പേഴ്സണാലിറ്റി കൂടുതലായിട്ട് കാണുന്നത് ഫീമെയിൽസിലാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ ലഹരി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പെൺകുട്ടികളിൽ ലഹരി ഉപയോഗിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പേഴ്സണാലിറ്റിയാണ്. കാരണം ഈ ഒരു പേഴ്സണാലിറ്റി ഉള്ളവര് ലഹരി വസ്തുക്കൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ എന്നില്ല പെൺകുട്ടികൾ എന്നില്ല, പക്ഷെ പെൺകുട്ടികൾ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ആൺകുട്ടികൾ അതേപോലെ തന്നെയാണ്. എന്താണ് ഈ ഒരു പേഴ്സണാലിറ്റി ഉള്ളവർ എന്താണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള ചാൻസ്, കാരണം അവരുടെ ഈ മൂഡ് സ്വിങ്സ് വരുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇങ്ങനത്തെ ടെൻഷനും എംപ്റ്റിനെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക. ശരിക്കും വീട്ടുകാർ നമ്മളൊക്കെ ഒരേപോലെ സ്നേഹിച്ചാൽ ഇവർക്ക് അത് എംപ്റ്റിനെസ് അത് ഭയങ്കരമായിട്ട് വരുന്നോണ്ട് എന്ത് ചെയ്യാം, ഇവർക്ക് അത് ആ ലഹരി വസ്തുക്കൾ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് കയറി പോരണം എന്നുള്ള തോന്നൽ കാരണം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള ചാൻസ്. അതുപോലെ തന്നെ ഏറ്റവും മോറൽ വാല്യൂസ് എന്താണ് തെറ്റിക്കുക, അല്ലെങ്കിൽ തീരെ ഏതവന്റെ കൂടെ ഇപ്പൊ നമ്മൾ വീട്ടുകാർ നമ്മളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് രണ്ടോ മൂന്നോ മക്കളുണ്ട്, നമ്മളെല്ലാവരും ഒരേപോലെയാണ് സ്നേഹിക്കുക. ഈ വ്യക്തിത്വം ഉള്ളവർക്ക് തോന്നുന്നത് എന്നെ സ്നേഹിക്കുന്നില്ല, എന്നൊക്കെ കൂടുതൽ ബാക്കിയുള്ള ചേട്ടന്മാർ അല്ലെങ്കിൽ അനിയന്മാർ അല്ലെങ്കിൽ ബാക്കിയുള്ളവരാണ് സ്നേഹിക്കുന്നത് തോന്നുന്നത് കാരണം വേറെ തരത്തിലുള്ള ഏതെങ്കിലും ഇതേപോലത്തെ തീരെ മോറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ആള് വന്ന് പ്രൊപ്പോസ് ചെയ്യുമ്പോഴേക്കും എടുത്തു ചാടി അതിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, പൊതുവെ എടുത്തിയാട്ടത്തിന്റെ ഭാഗമാണ് പല കാര്യങ്ങളും, ഇവരുടെ പ്രത്യേകത എടുത്തു ചാടി ചെയ്യുന്ന സ്വഭാവമാണ്. ഓക്കെ, അപ്പോ ഇതിൽ നിങ്ങൾ ഈ പറയുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സണാലിറ്റി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക, ഇതിൽ ഞാൻ പറഞ്ഞ നേരത്തെ ഇൻസൈറ്റ് അല്ലെങ്കിൽ ഉത്ബോധം വരിക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി ഒരു പേഴ്സണാലിറ്റി കൂടി പറഞ്ഞ് നമുക്ക് സമയത്തിന്റെ പരിമിതികൾ മൂലമാണ് ഒരു പേഴ്സണാലിറ്റി കൂടി പറഞ്ഞിട്ട്, ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ആന്റി സോഷ്യൽ, സമൂഹത്തിന് വിരുദ്ധമായിട്ട് ചിന്തിക്കുന്ന സ്വഭാവം. ഞാൻ നേരത്തെ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി പറഞ്ഞു, അതിനേക്കാൾ അല്ലെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ടൈപ്പാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി. ഇതിന്റെ ലക്ഷണങ്ങൾ സാധാരണ ചെറുപ്പം തൊട്ട് കാണുമെന്നാണ് പറയുന്നത്, നമ്മൾ ചെറുപ്പം തൊട്ട് കാണിക്കും. ഓക്കെ, സാധാരണ ഇത് ആണുങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ മെയിൽസിലാണ് അല്ലെങ്കിൽ ബോയ്സിലാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ പേഷ്യൻസ് വരുന്നു, പല ഗേൾസിലും ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ കാണാം. കാരണം ഫാദറോ മദറോ അല്ലെങ്കിൽ പേരൻസ് ഗ്രാൻഡ് പേരൻസ് ആർക്കെങ്കിലും ഇതേ സ്വഭാവം ഉണ്ടെങ്കിൽ മക്കൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പെൺകുട്ടികൾ അമിതമായിട്ട് വരുന്ന ഒരു അല്ലെങ്കിൽ കൂടി വരുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ആന്റി സോഷ്യൽ അല്ലെങ്കിൽ ഡിസ് സോഷ്യൽ, സമൂഹത്തിന് വിരുദ്ധമായിട്ട്, സമൂഹത്തിന് തീരെ മോറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് ഇല്ലാതെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ചെറിയ കാര്യത്തിന് ഒരു അടിപിടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ചുമ്മാ എന്താണ് എല്ലാത്തിനും ഭയങ്കര ധൈര്യം കൂടുതലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി. എന്ത് ചെയ്താലും അതിൽ ഒന്നാമത്തെ വരുന്നത് എന്ത് ചെയ്താലും ഒരു കുറ്റബോധം ഉണ്ടാവില്ല. കാലോസ് ഭയങ്കര നെർവസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാൾക്കാരാണ്. ഇറസ്പോൺസിബിൾ ആയിരിക്കും, ഒരു ഉത്തരവാദിത്തം വരുന്നത് കൃത്യതയോടെ വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാത്ത, ഒരേ സമയം മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന. ഓക്കെ, അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ പറഞ്ഞ ഒരു ആന്റി സോഷ്യൽ ആയ ഒരു വ്യക്തിയാണ്, ഒരു കല്യാണം കഴിഞ്ഞു വേറെ പലരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് വേറെ ആരും അറിയണമെന്നില്ല. ഓക്കെ, പക്ഷെ ബോർഡർ ലൈൻകാരാണെങ്കിൽ ഒരു കഴിയുമ്പോൾ ആദ്യത്തെ അറ്റാച്ച്മെന്റ് കഴിയുമ്പോഴാണ് വേറൊരാളെ തപ്പിപ്പോവുക. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം പലരെയും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു ടൈപ്പാണ്. പിന്നെ അമിതമായുള്ള ദേഷ്യം കൂടുതലുള്ള ഒരു ടൈപ്പാണ്. ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇവർക്ക് തീരെ ഒരു കുറ്റബോധം, ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറ്റബോധം തീരെ ഇല്ലാത്തൊരു ടൈപ്പാണ് ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റുള്ള എന്ത് ചെയ്താലും മറ്റൊരാൾ ബ്ലെയിം ചെയ്യുക, ഞാൻ കാരണമല്ല. ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അതിന് പറയാ എന്റെ കൂട്ടുകാരാണ് അല്ലെങ്കിൽ എന്റെ വീട്ടുകാർ കാരണമാണ്. എല്ലാത്തിനും മറ്റുള്ളവരെ പറയുന്ന ഒരു ടൈപ്പ് കൂടിയാണ് ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി. പിന്നെ വരുന്ന ഒരു ഇത് ഡ്രഗ് അബ്യൂസ്, ചെറിയ പ്രായത്തിൽ തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്, ആന്റി സോഷ്യൽ. ഇതിനെ നമ്മൾ ചെറുപ്പത്തിൽ പറയുന്നത് കണ്ടക്ട് ഡിസോർഡർ എന്നുള്ളതാണ്. ഓക്കെ, 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെ കാണുന്ന ഒരു അവസ്ഥയാണ് കണ്ടക്ട് ഡിസോർഡർ. അതായത് ആബ്സെന്റിസം, കൃത്യമായിട്ട് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങും, കൃത്യമായിട്ട് ക്ലാസ്സിലെത്തില്ല, ക്ലാസ് കട്ട് ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവുക. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അടിപിടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടാവുക. ഈ അടിപിടി വഴക്കുണ്ടാക്കുന്ന സമയത്ത് ബാറ്റ്, ചെയിന് അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് അടിപിടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടാവും. അതുപോലെ തന്നെ വരുന്ന ഒരു കാര്യമാണ് രാത്രിയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സ്വഭാവം ഉണ്ടാവും. ഓക്കെ, ദേഷ്യം പിടിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുക, അതുപോലെ ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു കയറി വരുന്ന സ്വഭാവം ഉണ്ടാവുക. അതുപോലെ തന്നെ എന്ത് ചെയ്താലും ഒരു കുറ്റബോധം ഉണ്ടാവില്ല. അതുപോലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഇതിൽ കട്ടെടുക്കുന്ന സ്വഭാവം ഭയങ്കര അമിതമായിരിക്കും. ഓക്കെ, സ്കൂളിൽ പോയാലും നിങ്ങൾ ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ട്, അതിൽ നമ്മൾ പറഞ്ഞ കട്ടെടുത്താൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് എടുക്കുകയും ചെയ്യും, അത് യൂസ് ചെയ്യുകയും ചെയ്യും. കട്ടെടുക്കുന്ന സ്വഭാവം ചെറുപ്പം തൊട്ട് കാണിക്കുന്നുണ്ടാവുക. ചെറിയ പ്രായത്തിൽ തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയിലേക്കുള്ള പോക്കാണ്, അല്ലെങ്കിൽ കണ്ടക്ട് ഡിസോർഡറിന്റെ ഭാഗമാണ്. പിന്നെ വരുന്ന ചെറിയ പ്രായത്തിൽ തന്നെ സെക്ഷൽ ആക്ടിവിറ്റി, അതിപ്പോ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ആവും അല്ലെങ്കിൽ ഹെറ്ററോസെക്ഷൽ ആക്ടിവിറ്റി ചെറിയ പ്രായത്തിൽ തന്നെ ചെന്ന് ചാടുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു പേഴ്സണാലിറ്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, അതുപോലെ ഒന്നിനും ഒരു കുറ്റബോധമില്ല, എല്ലാത്തിനും ഭയങ്കര ധൈര്യമാണ്. ഓക്കെ, ഗ്യാങ് സ്പിരിറ്റ് ഇവർക്ക് ഭയങ്കരമായിരിക്കും, അത് കൂട്ടുകാരുടെ ഇടയിൽ ഭയങ്കര ആളാവുക. അതുപോലെ മുതിർന്ന ആൾക്കാരെ പെട്ടെന്ന് കയ്യിലെടുക്കുന്ന ടൈപ്പാണ്.
ഓക്കെ. പക്ഷെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഒരു 5 മിനിറ്റ് സംസാരിക്കും, ഒരാളോട് സംസാരിക്കുന്നു. അപ്പൊ നമുക്ക് തോന്നുകയാണ് ഈ വ്യക്തിനെ പോലെ വേറൊരു വ്യക്തി നല്ലതില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മിക്കവരും അത് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉടമകളും കൂടി ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു പറയുന്ന കാര്യം, ഒരാളെ വല വീശി പിടിക്കാൻ, ഒരു കാര്യത്തിലേക്ക് വല വീശി പിടിക്കാൻ ഏറ്റവും മിടുക്കരാണ് ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിക്കാരെന്നാ പറയാം, അല്ലെങ്കിൽ കണ്ട ഈ ടൈപ്പ് ആൾക്കാർ. പെട്ടെന്ന് അവരെന്ത് ഇതിലേക്ക് ക്യാച്ച് ചെയ്യും. ഓക്കെ. ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള ചെറിയ ജീവികളെ ഉപദ്രവിക്കുന്ന സ്വഭാവമാണ് കണ്ടക്ട് ഡിസോർഡർ ഉണ്ടാവുക. ചെറിയ ജീവികളൊക്കെ ഉപദ്രവിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക, ദേഷ്യം പിടിക്കും വീട്ടുകാരെ, പേരൻസിനെയോ ഗ്രാൻഡ് പാരന്റ്സിനെയോ ഒക്കെ ഉപദ്രവിക്കുക. അങ്ങനത്തെ ഒരു ടൈപ്പും കൂടിയാണ് കണ്ടക്ട് ഡിസോർഡർ. അപ്പൊ ഈ കണ്ടക്ട് ഡിസോർഡർ ആണ് പിന്നീട് 18 വയസ്സ് കഴിഞ്ഞാൽ ആന്റി സോഷ്യൽ, നമ്മൾ ഈ പറയുന്ന ഈ കൊട്ടേഷൻ ടീം, അടിപിടി പ്രശ്നങ്ങൾ, അങ്ങനെ പോകുന്ന ഒരു ടൈപ്പും കൂടിയാണ് ഈ ആന്റി സോഷ്യൽ. അത് പലവിധ സാഹചര്യം കൊണ്ട് വരാം, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വരാം. മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് പാരമ്പര്യമായിട്ടാണെങ്കിലും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധയില്ലായ്മയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യാം, ഈ ഒരു ക്യാരക്ടറിലേക്ക് പോകാം. അത് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാം. പക്ഷെ പാരമ്പര്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് അതിൽ എന്തുണ്ട്, റിസ്ക് ഉണ്ട്. ഓക്കെ. ഈ ഒരു പേഴ്സണാലിറ്റിന്റെ വേറൊരു പ്രത്യേകത, മോറൽ വാല്യൂസിന് എന്ത് ചെയ്യുന്നില്ല, ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ ഭയങ്കര ചാമിങ് ആയിരിക്കും, ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കും. അവരെ ഭയങ്കര ഈ വല വീശി പിടിക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാരാണ്. അല്ലെങ്കിൽ ഒരാളെ പെട്ടെന്ന് ഇതിലേക്ക് നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് ഒരാളെ കൂട്ടണം, ഒരാളെ നമ്മൾ ഇതിലേക്ക്, ഇങ്ങനെയുള്ള ആൾക്കാരെ വിട്ട് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യും, ഇവരതിലേക്ക് ക്യാച്ച് ചെയ്യും. പിന്നെ പുതുമകൾ അറിയാം, പുതിയ പുതിയ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ ലഹരി വസ്തുക്കൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, നമ്മളിവിടെ വരുന്ന ആൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ നമ്മൾ സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്ന കേസുകൾ നോക്കി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡ്രഗ് യൂസ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡ്രഗ് പരീക്ഷിച്ച് നോക്കുന്ന, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ പരീക്ഷിക്കുന്ന ഒരു ടൈപ്പാണ് ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്നുള്ളത്. ഓക്കെ. അതുപോലെ റീതിങ്കിങ് തീരെയില്ല. അതായത് ഒന്നിനെ പറ്റി, അതായത് ഇനി ചെയ്തതിനെ പറ്റി ഒരു നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യങ്ങൾ ഒന്നും തന്നെ എന്ത് ചെയ്യില്ല, ഉണ്ടാവില്ല, അതിനെപ്പറ്റി ചിന്തിക്കത്തില്ല. ഓക്കെ. ഭയങ്കര ധൈര്യം കൂടുതലുണ്ടാവുക. അതുപോലെ ഗ്യാങ് സ്പിരിറ്റ്, വയലൻസ്, അത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഈ ആന്റി സോഷ്യൽ ആണ്. ലീഗൽ ഇഷ്യൂസിൽ ചെന്ന് ചാടാൻ ഒരു മടിയില്ലാത്ത ആൾക്കാരായിരിക്കും. ഓക്കെ. അതുപോലെ സെക്ഷൽ കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ലാക്ക് ഓഫ്, എന്ത് ചെയ്താലും ഒരു കുറ്റബോധമില്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലേക്ക് ശരിക്കും അതൊരു നെഗറ്റീവ് ഇമ്പാക്ട്. ഇപ്പോഴും ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിട്ട് പറയുന്ന രണ്ടെണ്ണമാണ്. ഒന്ന് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയും ആന്റി സോഷ്യൽ പേഴ്സൺ. ഇപ്പോഴത്തെ ജനറേഷനിൽ കൂടിക്കൊണ്ടിരിക്കുന്ന, അത് ചിലപ്പോൾ പിയർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് വരാം, അതല്ലാതെയും വരാം. ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഓടിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്താണ്, സെൽഫ്, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവനവന്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് എന്ത് ചെയ്യുക, സെൽഫായിട്ട് നമ്മൾ നോക്കുക, കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. കാരണം ഇതിൽ പേഴ്സണാലിറ്റി, ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നു, ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്, കുറെ നാളായിട്ട് വർക്ക് ചെയ്യുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പേഴ്സണാലിറ്റി എന്താന്ന് ഞാൻ തന്നെ മനസ്സിലാക്കി അതിൽ വരുത്തേണ്ട കാര്യം നമ്മൾ സെൽഫായിട്ട്, ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ഒരു ദിവസം കിടക്കുകയാണ്, നമ്മൾ കിടക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അന്നുണ്ടായ പ്രശ്നങ്ങൾ, എന്റെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വന്ന ചിന്തകളായിരിക്കും, ചിലപ്പോൾ പലരുമായിട്ടും ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് ക്രിറ്റിസിസംസ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആലോചിക്കുന്നത് എന്റെ പേഴ്സണാലിറ്റിന്റെ ഭാഗമായിട്ടാണോ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഓക്കെ. ഇതിൽ ഏറ്റവും വരുന്ന ഞാൻ തോന്നുന്നത് ഉൾബോധം എന്നുള്ളതാണ്, ഇൻസൈറ്റ് വരിക എന്നുള്ളതാണ്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ ഒന്ന് വായിക്കുക. പിന്നെ സെൽഫ് ഇതാണ്. പിന്നെ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു ഹസ്ബൻഡ് വൈഫാണ്, വൈഫിന് അല്ലെങ്കിൽ ഹസ്ബൻഡിനാണ് പാരനോട്, നമ്മൾ ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല, അത് ആക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ ചിലപ്പോൾ ഒരു തേർഡ് പേഴ്സൺ പറഞ്ഞാൽ ചിലപ്പോൾ അത് അംഗീകരിക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓടിച്ചാണ് പറഞ്ഞത്, സമയത്തിന്റെ പരിമിതി, നമുക്ക് ലിമിറ്റഡ് ഓടാണ്. സാധാരണ ഇതൊരു 2.5-3 മണിക്കൂർ എടുക്കേണ്ട ഒരു ക്ലാസ് ആണ്. ഓടിച്ചാണ് പറഞ്ഞ കുറച്ചും കൂടി പേഴ്സണാലിറ്റി പറയാനുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ള ഒരു സമയം കൂടി ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. നമുക്കിനി സംശയ നിവാരണത്തിനുള്ള സമയമാണ്. പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വിഷയങ്ങളിലൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ സാറുമായി ബന്ധപ്പെടാവുന്നതാണ്. ചോദ്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചോദിച്ച് ഉത്തരങ്ങളൊക്കെ കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഹലോ യെസ്, സാറേ, എന്റെ പേര് അൻവർ സാദത്ത്. ഓക്കെ. ഈ ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റിയും OCDയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധം മീൻസ് സാധാരണ ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് OCD വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കണക്ഷൻ വെച്ചാൽ ഇതിൽ രണ്ട് ടൈപ്പാണ്. OCDയിൽ ആ വ്യക്തിക്ക് തന്നെ കുറ്റബോധം, അല്ലെങ്കിൽ ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു തോന്നൽ വരും, അല്ലെങ്കിൽ ആ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അവരുടെ ആങ്സൈറ്റിന്റെ ഇത് കാരണം എന്ത് ചെയ്യുന്നില്ല, അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നിർത്താൻ പറ്റുന്നില്ല. ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റിയിൽ ആ വ്യക്തികൾക്ക് അത് ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റ് ആണ്, അത് അവർക്ക് അത് അവർ ഒരാൾ പറഞ്ഞത് തെറ്റാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. ഓക്കെ. ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് OCD വരാനുള്ള സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ബാക്കിയുള്ള പേഴ്സണാലിറ്റിയിൽ വരില്ല എന്നല്ല, സാധ്യതകളുണ്ട്.
ഈ OCD യിൽ വെള്ളം യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും എന്നല്ല പറഞ്ഞു. പക്ഷെ ഇതില് പേഴ്സണാലിറ്റിയില് അല്ല ഇതാണ് യൂസേജ് കൂടുതലായിരിക്കും പൊതുവെ. അത് OCD യിലും അങ്ങനെ രണ്ടിലും തന്നെ യൂസേജ് OCD-യിലും അങ്ങനെയാണ്. OCD നമ്മൾ മെയിൻ ആയിട്ട് നോക്കുമ്പോൾ മെയിൻ ആയിട്ട് 3 ടൈപ്പാണ് വരുന്നത്. ചിലർക്ക് അമിതമായിട്ടുള്ള ചിന്തകൾ വരും, ചിലർക്ക് അത് ചില റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കാം, ചിലർക്ക് പൊതുവേ വരുന്ന നമുക്കിത് മിക്സഡ് ആയിട്ടാണ് വരിക. അപ്പോ ഇത് കൈ കഴിവില്ല, വൃത്തിയില്ല എന്നുള്ള തോന്നൽ കാരണം അമിതമായിട്ട് ഉപയോഗിക്കുന്നു. വൃത്തി മാത്രം ആയിരിക്കില്ല കേട്ടോ OCD-യിൽ വരുന്നത്. അമിതമായിട്ടുള്ള ചിന്തകളും എന്തിന്റെ ഭാഗമാണ്? OCD-ന്റെ ഭാഗമാണ്. ഓക്കെ, അതിലും യൂസേജ്. ഓക്കെ, ശരിക്കും തെറാപ്പി എടുത്ത ഒരാളാ. ഓക്കെ. ശരിക്കും അതിൽ ERP എന്നൊരു മെത്തേഡാണ് നമ്മൾ പൊതുവെ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. എന്താണോ ബുദ്ധിമുട്ട് അതിനെപ്പറ്റി നേരിട്ട് എക്സ്പോഷർ കൊടുത്ത് അങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യാറുണ്ട്. അത് OCD പ്യൂർലി ഒരു കാലങ്ങളായിട്ട് പറഞ്ഞോളൂ. ഞാനൊരു 14 കൊല്ലം മുന്നൊക്കെ ട്രീറ്റ്മെന്റ് എടുത്ത ആളാ, 14-15 കൊല്ലം മുന്നേ. പക്ഷെ ഞാനത് Okay. പിന്നീട് അത് അങ്ങനെ നിർത്തി പോന്നു. പക്ഷെ ഇപ്പോഴും ചെറുതായിട്ടൊക്കെ അത് ഇങ്ങനെ തല പൊക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ ഇങ്ങനെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഇല്ല, ഓക്കെ. നമുക്ക് വേണമെങ്കിൽ പേഴ്സണലി ഈ പറഞ്ഞ പോലെ ഇവരുമായിട്ട് ബന്ധപ്പെടാം, അവരുടെ കൗൺസിലിംഗ് സെന്ററുമായിട്ട് ബന്ധപ്പെടാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി നമ്മളോട് കോൺടാക്ട് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. പേഴ്സണലി സംസാരിക്കുന്നത് ആയതുകൊണ്ടാണ് ഞാൻ എന്താന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ശരി, ഓക്കെ, താങ്ക്സ്. ഹലോ സർ, പറഞ്ഞു. ചിന്തകളെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും മാർഗം? ഓക്കെ, ഇത് ഏതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ OC-ന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അമിതമായിട്ടുള്ള ചിന്തകൾ വരാം, അല്ലെങ്കിൽ പാരനോഡ് പേഴ്സണാലിറ്റിന്റെ ഭാഗമായിട്ട് ചിന്തകളൊക്കെ വരാം. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട സാധ്യം നമ്മൾ പൊതുവെ പറയുന്നത് ഒതുങ്ങിയിരിക്കും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്താണ് പൊതുവെ നമുക്ക് അമിതമായിട്ടുള്ള ചിന്തകൾ വരാൻ ചാൻസ് കൂടുതലാണ് പൊതുവെ പറയുന്നത്. പ്രത്യേകിച്ച് വൈകുന്നേര സമയത്തൊക്കെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ചിലപ്പോൾ അമിതമായിട്ടുള്ള ചിന്തകൾ വരാം. ഇതിൽ നമ്മൾക്ക് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് തോട്ട് സ്റ്റോപ്പിംഗ് എന്നുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ സാധാരണ ഇവിടെ പറയുന്ന ഒരു റബ്ബർ ബാൻഡിനൊക്കെ അല്ലെങ്കിൽ അതിനൊക്കെ വീതി കൂടിയ ബാൻഡൊക്കെ നമ്മൾ വാങ്ങി ഇപ്പൊ വലത്തെ കൈയാണ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇടത്തെ കയ്യിൽ ഇടുക. ഈ അമിതമായിട്ട് ചിന്തകൾ വരുമ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് വലിച്ചു വിടുക. അപ്പൊ നമുക്കൊരു പെയിൻ വരും. അത് ഞങ്ങൾ പറയുന്നത്രേ ഉള്ളൂ. നമ്മൾ എത്ര വലിയ ടെൻഷനും എത്ര വലിയ ചിന്തയായിട്ട് പോകുമ്പോൾ അറിയാതെ നമ്മുടെ കാല് ഏതെങ്കിലും കട്ടിലിന്റെ മൂലയ്ക്ക് തട്ടിക്ക് നമുക്ക് പെയിൻ വരും. നമ്മുടെ ചിന്ത മൊത്തം എങ്ങോട്ട് പോകും? ആ പെയിനിലേക്ക് പോകും, അല്ലേ? അപ്പോ ആ ഒരു തോട്ട് സ്റ്റോപ്പിംഗ് മെത്തേഡാണ് നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് പറയുക. പിന്നെ വെറുതെ ഇരിക്കാൻ, പ്രത്യേകിച്ച് ഏത് സമയത്താണ് ചിന്തകൾ വരുന്നതെന്ന് നോക്കുക. ആ സമയത്ത് വെറുതെ ഇരിക്കുന്ന അവസരം മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ആ സമയത്ത് ബുക്ക് വായിക്കുന്നതിനേക്കാൾ അപ്പൊ എനിക്കൊന്നും ആൾക്കാരോട് സംസാരിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളും, കാരണം ബുക്കൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ ചിന്തകളൊക്കെ പോകാം, അല്ലെങ്കിൽ TV കാണുമ്പോഴൊക്കെ ചിന്തകൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ ശ്രമിച്ചാൽ തന്നെ കുറെയൊക്കെ തോട്ട്സ് എന്ത് ചെയ്യാം, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഏതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ചിന്തകൾ വരുന്നതെന്ന് നോക്കുക. വെറും ആങ്സൈറ്റി ആയിട്ട് ഉത്കണ്ഠയുടെ ഭാഗമായിട്ട് വരുന്ന ചിന്തകളാണോ, അതല്ല വേറെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസിന്റെ ഭാഗമായിട്ട് വരുന്ന ചിന്തകളാണോ, അതല്ല വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ഈ ചിന്തകൾ വരുന്നത്, നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടാണ് നമ്മൾ അടുത്ത ഓപ്ഷൻസ് എന്ത് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക. ഹലോ, നമസ്കാരം സാറേ. ഓക്കെ, പറഞ്ഞു. ഇതിൽ നമുക്ക് പേഴ്സണാലിറ്റികളിൽ മാറ്റാൻ പറ്റുമോ? പേഴ്സണാലിറ്റി ബേസിക്കലി ടൈപ്പ് നമുക്ക് മാറ്റാൻ പറ്റില്ല. പേഴ്സണാലിറ്റി എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ സൈക്കോളജിസ്റ്റ് ആണ്, ഞാനിപ്പോ കുറെ നാളായിട്ട് വർക്ക് ചെയ്യുന്നു. എന്റെ ബേസിക് ക്യാരക്ടർ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ നമുക്കത് മോഡിഫൈ ചെയ്യാം. നമുക്കത് മോഡിഫിക്കേഷൻ ആണ് ഈ പേഴ്സണാലിറ്റിയിൽ നടക്കുക. അതായത് ഇപ്പോ ഉദാഹരണം, പേഴ്സണാലിറ്റി മോഡിഫൈ ചെയ്താൽ നമ്മൾ പറയുന്ന ഒരു സ്ഥിരം പറഞ്ഞൊരു ഉദാഹരണമാണ്, നമ്മൾ മാരുതി 800 വണ്ടി ഉണ്ടല്ലോ, അതിന് ബെൻസിന്റെയോ അല്ലെങ്കിൽ ഒരു ഹൈ ക്ലാസ് ഓഡി ക്ലാസിന്റെ ഓഡിയോ ഒക്കെ ഒരു ബോഡി വെച്ച് എങ്ങനെ ഉണ്ടാവും? പുറമേ നോക്കുന്നവർക്ക് അതിൽ എന്താണ്, ഒരു ഹൈ ക്ലാസ് വണ്ടിയാണ്. പക്ഷെ ഓടിക്കുന്നവന് ഏത് കണ്ടീഷനെ കിട്ടത്തുള്ളൂ? ആ മാരുതി 800ന്റെ കണ്ടീഷനെ കിട്ടുക, അല്ലെ? അതുപോലെ തന്നെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി മോഡിഫിക്കേഷൻ. ബേസിക്കലി നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ഒക്കെ നമ്മുടെ ബേസിക് പേഴ്സണാലിറ്റി അനുസരിച്ചാണ്. പക്ഷെ നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും? മോഡിഫൈ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ദേഷ്യം ഉണ്ടോ നമുക്ക് മാറ്റാൻ പറ്റും. റിപ്പീറ്റ് ആയിട്ട് തോട്ട്സ് വരുന്ന അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇപ്പൊ നെഗറ്റീവ് വ്യൂസ് കൂടുതലാണോ, അതിൽ നമുക്ക് എന്ത് ചെയ്യാം? റീതിങ്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയെടുക്കാം. പിന്നെ ബൈ പ്രാക്ടീസ് നമുക്ക് അതിലുള്ള ട്രേറ്റ്സ് കുറയ്ക്കാം. പക്ഷെ ബേസിക് ക്യാരക്ടർ, നമുക്കൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നതും നമ്മൾ ആദ്യം ചിലപ്പോൾ അറിയാതെ റിയാക്ട് ചെയ്ത് പോകുന്ന നമ്മുടെ ബേസിക് ക്യാരക്ടർ അനുസരിച്ചാണ്. സാറേ, ഈ ഹലോ, എനിക്ക് ക്ലിയർ ആയില്ല. ആണോ നല്ലത്? എങ്ങനെ ക്ലിയർ ആയില്ല? ചോദ്യം എനിക്ക് ക്ലിയർ ആയില്ല. ഈ ഭാര്യക്ക് ഹലോ, ടൈപ്പ് പേഴ്സണാലിറ്റി ഹലോ, നല്ലത്? എങ്ങനെ എനിക്ക് ഒന്നുകൂടി ക്ലിയർ ആവും? എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്നില്ല, എന്റെ ഇടയ്ക്ക് എന്തോ ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടി ഒന്ന് ചോദിക്കാമോ? ഭാര്യക്ക് ടൈപ്പ്
ഹലോ ഒരേ പേഴ്സണാലിറ്റി കേൾക്കാൻ ഒരേ പറ്റുന്നുണ്ടോ? പേഴ്സണാലിറ്റി കേക്കാം, ഇപ്പൊ കേക്കാം. ആ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ ടൈപ്പ് പേഴ്സണാലിറ്റി ആകുന്നത് ആണോ നല്ലത്? അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരേ പേഴ്സണാലിറ്റി ആകുമ്പോൾ ഇഷ്യൂ ഉണ്ടാകും. അപ്പൊ രണ്ടാളും ഓസി പേഴ്സണാലിറ്റി ആണെന്ന് വിചാരിക്കും, രണ്ടാളും വിട്ടുകൊടുക്കില്ല, രണ്ടാളും വാശിക്ക് നിൽക്കും. ഓക്കെ, ചിലപ്പോ ചിലർ നമ്മൾ പൊതുവെ പറയുന്നത് ഓപ്പോസിങ് പേഴ്സണാലിറ്റി ആണെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് പോവാം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഒരു പാരനോടാണ്. പിന്നെ ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി പൊതുവെ നമ്മൾ കാണുന്ന സിംഗിൾ അല്ലെങ്കിൽ സിംഗിൾ പേഴ്സണാലിറ്റി അല്ല പലരും കാണുക, ഒരു മിക്സഡ് പേഴ്സണാലിറ്റി. ഇപ്പൊ ഞാനിപ്പോ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പലർക്കും തോന്നിയിട്ടുണ്ടാവും ഓസിന്റെ ട്രേറ്റ്സ് ഉണ്ട്. പൊതുവെ കോമൺ ആയിട്ട് വരുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് പാരനോഡ് ഓസി, അല്ലെങ്കിൽ പാരനോഡ് ആങ്ഷ്യസ് അവോർഡന്റ്, അല്ലെങ്കിൽ ഓസിയും പിന്നെ കുറച്ച് ട്രേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. ഓക്കെ, അപ്പോ പൊതുവെ സെയിം പേഴ്സണാലിറ്റിയിൽ ആകുമ്പോഴും ഇഷ്യൂസ് ഉണ്ട്, പിന്നെ ഡിഫറെന്റ് ആകുമ്പോഴും ഇഷ്യൂസ് ഉണ്ട്. ഇതിൽ പരസ്പരം അവരവർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്റെ പേഴ്സണാലിറ്റി എന്താണെന്നും ഇപ്പൊ ഇതിൽ ക്ലാസ്സിൽ ഹസ്ബൻഡും വൈഫും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക, അതിന്റെ ഒപ്പം തന്നെ വൈഫ് അല്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് പോകും. ഒരേ പേഴ്സണാലിറ്റി ആകുമ്പോൾ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് കുറച്ചും കൂടി കൂടുതലായണമെന്ന് എനിക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞങ്ങൾക്ക്. ഓക്കെ, ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സമയം കുറച്ചും കൂടെ ഉണ്ട്. ഓക്കെ, ഇനി സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചാറ്റിൽ ഒരു ചോദ്യം വന്നിട്ട് ഹൗ ടു ഡീൽ വിത്ത് നാർസിസ്റ്റിക് ആണെന്ന് തോന്നുന്നു. സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ഗ്രൂപ്പ് ചാറ്റിൽ? നാർസിസ്റ്റിക് പാർട്ട്ണർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ വൈസും പേഴ്സണൽ ലൈഫിലും ഡീൽ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള പേഴ്സണാലിറ്റിയാണ് നാർസിസ്റ്റിക്. ഓക്കെ, ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഞങ്ങൾ പറയുന്നൊരു കാര്യം നമ്മൾ മാറുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നാർസിസ്റ്റ്. നമുക്ക് ഡീൽ ചെയ്യാൻ തന്നെ നമുക്ക് പ്രൊഫഷണൽ വൈസ് ഏറ്റവും കൂടുതൽ നമ്മൾ മടുത്തു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് എടുക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് നാർസിസ്റ്റ്. അത് മാറ്റിയെടുക്കുക എന്നുള്ളത് പെട്ടെന്ന് നമ്മളല്ല. പിന്നെ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, മാറുക, നമ്മൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തുക. പറഞ്ഞ ഏറ്റവും ഈ പറഞ്ഞ പേഴ്സണാലിറ്റിയിലൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടാണ് നാർസിസ്റ്റിക്. ഭയങ്കര ഒരു ഗ്രാൻഡ്യൂസ് ഇതാണ്, ഒരു പാരനോഡിന്റെ ഒക്കെ ഒരു ഹൈ ലെവലാണ്. ഞാനാണ് എല്ലാം, എന്റെ മുകളിലേക്ക് ഇനി ആരും ഇല്ല എന്നൊരു ധാരണയാണ്. അവരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ട്രീറ്റ്മെന്റ് തന്നെ ശരിക്കും ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് ട്രൈ ചെയ്യാം, പക്ഷെ അതിന്റെ റിസൾട്ട് നമുക്ക് ഒട്ടും പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രൊസീജിയർ കൂടിയാണ്. പക്ഷെ വർക്ക്ഔട്ട് ചെയ്താൽ ഒരു ഇൻസൈറ്റ്, നമ്മൾ പറഞ്ഞ ആ ഉത്ബോധം വരണം, എന്തൊക്കെയോ ഒരു മിസ്സിംഗ് ഉണ്ട് എന്നൊരു സ്വയം തോന്നൽ വന്നാൽ എന്ത് ചെയ്യും, അവർ എത്ര ചെയ്താലും ഇനിയിപ്പോ എത്ര പൈസ കൊണ്ടേ കളഞ്ഞാലും അല്ലെങ്കിൽ എന്ത് പ്ലാൻ ചെയ്ത് പൊളിഞ്ഞാലും അവർക്ക് അതിൽ എന്താണ് ഒരു കുറ്റബോധം ഉണ്ടാവില്ല, ആ ഒരു തെറ്റാന്നൊരു തോന്നൽ വരില്ല. ഓക്കെ, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ടൈപ്പും കൂടിയാണ്. അതുകൊണ്ട് ശ്രമിച്ചു നോക്കാം. ഓക്കെ, പിന്നെ ചോദിച്ചത് ആന്റി സോഷ്യൽ 25 വർഷം കഴിഞ്ഞിട്ട് മോഡിഫൈ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ പാർട്ട്ണർക്ക് അനുസരിച്ചും അല്ലെങ്കിൽ ബാക്കി നമ്മുടെ സോഷ്യൽ ലൈഫിനനുസരിച്ച് നമ്മൾ മാറ്റുക. ഏത് പേഴ്സണാലിറ്റി ആണെങ്കിലും പൂർണ്ണമായിട്ട് മാറ്റുക എന്നുള്ളതിനേക്കാൾ അപ്പുറം അതിന്റെ മോഡിഫിക്കേഷൻ നമുക്ക് അത്യാവശ്യമാണ്. കാരണം വേറൊരു തെറ്റായ രീതിയിലേക്ക് പോവാതിരിക്കാൻ, അതിനൊരു അവസരം കൊടുക്കാതിരിക്കാനൊക്കെ, അല്ലെങ്കിൽ മോശമായിട്ടൊരു വഴിയിലേക്ക് പോകാതിരിക്കാൻ എന്തിനും ഒരു മോഡിഫിക്കേഷൻ നല്ലതാണ്. അപ്പൊ ഏത് പ്രായമാണെങ്കിലും, കാരണം 18 വയസ്സോടെയാണ് നമ്മൾ പേഴ്സണാലിറ്റി പറയുന്നത്. 18 വയസ്സ് അതിന് മുമ്പേ ലക്ഷണങ്ങൾ കാണിക്കാം, പക്ഷെ നമ്മൾ മാറ്റം വരുത്തേണ്ടത് എന്താണ്, അത്യാവശ്യമാണ്. ചിലപ്പോൾ ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾക്ക് ഒരു ഫാമിലി കൗൺസിലിംഗ് വന്നൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കല്യാണം കഴിഞ്ഞിട്ട് 10-30 വർഷമായി. ഓക്കെ, മക്കളൊക്കെ US-ലും UK-ലും ഒക്കെ സെറ്റിൽഡ് ആണ്. അവർ തമ്മിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ രണ്ടാളും രണ്ട് ടൈപ്പ് പേഴ്സണാലിറ്റി ആണ്. ഒരാൾ പാരനോഡ് പേഴ്സണാലിറ്റി ആണ്, ഒരാൾ OC പേഴ്സണാലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, കാരണം ഇനി അങ്ങോട്ട്, കാരണം ഇത് മക്കളെ ബാധിക്കാം. ഓക്കെ, നമ്മളിപ്പോ പേഴ്സണാലിറ്റി കുഴപ്പമില്ല, പക്ഷെ ഒരു ഡിസോർഡർ എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ആ ഇഷ്യൂസ്, ഇവർ തമ്മിലുള്ള ഇഷ്യൂസ്
മക്കൾ എന്ത് ചെയ്യും ബാധിക്കും. അപ്പൊ നമ്മുടെ അടുത്തേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും വരും. അപ്പൊ അത് നമ്മൾ അത് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ചെയ്യണം. ഏത് പേഴ്സണാലിറ്റിയാണ് മോഡിഫിക്കേഷൻ, അതിൽ തെറ്റായത് ഇപ്പൊ നമ്മൾ OC പേഴ്സണാലിറ്റിയിൽ കുറെ നല്ല കാര്യങ്ങളുണ്ട് അല്ലെ, അത് നമുക്ക് യൂസബിൾ ആണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ ഈ പേഴ്സണാലിറ്റി മോഡിഫിക്കേഷൻ ഏറ്റവും നല്ലതാണ്, അത്യാവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. അതിപ്പോ എത്ര വർഷമായി എന്നുള്ളതല്ല, മാക്സിമം നന്നായിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഹലോ. ഓക്കെ, ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതിലിടയിൽ നമ്മുടെ യൂട്യൂബിൽ ലൈവിൽ വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിലൊന്ന് ഹൗ ക്യാൻ ചേഞ്ച് പേഴ്സണാലിറ്റി എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേഴ്സണാലിറ്റി എന്നുള്ളത് നമുക്ക് മോഡിഫിക്കേഷൻ ആണ് പറ്റുക. ഓക്കെ, ആദ്യം സെൽഫായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം അസസ് ചെയ്യുക, എന്റെ പേഴ്സണാലിറ്റി ഇന്നതാണ് എന്ന് സ്വയം മനസ്സിലാക്കുക. അതിലുള്ള നെഗറ്റീവ് സൈഡ്സ് ഉണ്ടാവും. ഓക്കെ, നെഗറ്റീവ് സൈഡ് നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി അനലൈസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയും. ഓക്കെ, വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് നമ്മൾ അന്നുണ്ടായ പ്രശ്നങ്ങൾ എന്റെ ഈ പേഴ്സണാലിറ്റിന്റെ ആണോ, അങ്ങനെ അതെന്ത് ചെയ്യുക, ഡെയിലി നമ്മൾ ബൈ പ്രാക്ടീസ്. ഓക്കെ, നമുക്കൊരു ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്ന പോലെ, നമ്മുടെ ജീവിത ശൈലി അല്ലെ, നമ്മുടെ ശൈലി എന്നൊക്കെ പറയുന്ന പോലെ ബൈ പ്രാക്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ ഓക്കെ, മേ ബി ചിലപ്പോൾ നമ്മൾ ഈ പഠിച്ചതും നമ്മൾ ചിന്തിച്ചതും നമ്മൾ ഇതുവരെ കറക്റ്റ് ചെയ്തൊക്കെ എന്ത് ചെയ്യാം, മാറ്റം വരാം. ചിലപ്പോൾ നമ്മൾ പഴയ ആളായി പോവാം. പക്ഷെ അത് ആ പോയാലും ചില സമയത്ത് നമുക്ക് അത് റീതിങ്ക് ചെയ്ത് നമുക്ക് എന്തിലേക്ക് വീണ്ടും എന്ത് ചെയ്യാം, പഴയ അവസ്ഥയിലേക്ക് വരാൻ സാധിക്കും. മറ്റൊരു ചോദ്യം ഉള്ളത്, ഹൗ ക്യാൻ വി ഡിറ്റക്ട് എ പേഴ്സൺസ് predominant personality, especially when you have mentioned that people have multiple personality. എനിക്ക് തോന്നുന്നത് ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഐഡന്റിഫിക്കേഷൻ തന്നെയാണുള്ളത്. ഒരാളിൽ തന്നെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് ഒരു സംശയത്തിന്റെ മൂന്നാണെന്ന് തോന്നുന്നു. ഓക്കെ, തീർച്ചയായും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സാധാരണ കൂടുതലായിട്ട് കാണുന്നത് മൾട്ടിപ്പിൾ ആണ്, മിക്സ് ചെയ്ത് വരാം. ഇപ്പോ പാരന്റ്സിൽ ഒരാൾക്ക് പാരനോടാണ്, ഒരാൾക്ക് OC ആണ്. അപ്പൊ ആ കുട്ടിക്ക് രണ്ടും കൂടി എന്ത് ചെയ്യാം, വരാം. ഓക്കെ, പൊതുവെ കൂടുതലായിട്ടും കാണുന്നത് മിക്സഡ് പേഴ്സണാലിറ്റി ആണ്. ശരിക്കും നമ്മുടെ ലൈഫിൽ സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ മിക്സഡ് ആണ് നല്ലത്. ഒരു പേഴ്സണാലിറ്റി എന്നതിനേക്കാൾ മാത്രം ഒരു മിക്സഡ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി അഡാപ്റ്റബിൾ ആയിട്ട് ഒക്കെ പോകാൻ സാധിക്കും. ഓക്കെ, മിക്സഡ് ആണ് പൊതുവെ നമ്മൾ ഇവിടെ കാണുന്നതിൽ കൂടുതലായിട്ട് കാണുന്നത് മിക്സഡ് ആണ്. ഔഷാദ് എന്നൊക്കെ പറയുമ്പോ ഔഷാദിനെ കണ്ടി. ഓക്കെ, നമുക്ക് ഇനി ബൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ബൈൻഡ് അപ്പ് ചെയ്യാം. അല്ല സർ, ചില ക്ലാസ്സുകളിലൊക്കെ ഈ തലവര മാറ്റാന്നൊക്കെ പറഞ്ഞിട്ട് ചില പരിപാടികൾക്ക് കേൾക്കാറുണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? പൊതുവെ ഞങ്ങൾ പറയുന്നത് ക്ലാസ് എടുക്കുന്നവരുടെ തലവര മാറുമായിരിക്കും. അവർക്ക് പൈസ കിട്ടും, കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു പേഴ്സണാലിറ്റി ബേസിക്കലി ജെനറ്റിക് ആണ്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ എൻവയോൺമെന്റ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോർഡ് ലൈൻ പേഴ്സണാലിറ്റിയിലേക്ക് പോകാൻ ഒരു കാരണം ചൈൽഡ് അബ്യൂസ് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഏതെങ്കിലും അബ്യൂസ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ബോർഡ് ലൈൻ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഒരു ബേസിക് ഒരു ക്യാരക്ടർ വരുന്നത്. അത് പൂർണ്ണമായിട്ട് മാറ്റുക എന്നുള്ളത് അത്ര വലിയ പോസിബിൾ ആയിട്ട് ഞങ്ങൾക്ക് നിലവിൽ ഞങ്ങളുടെ പ്രാക്ടീസ് അനുസരിച്ചും ഞങ്ങൾക്ക് കിട്ടുന്ന ബാക്കിയുള്ളവർ ഷെയർ ചെയ്യുന്ന അനുസരിച്ച് ഞങ്ങൾക്ക് ഒരു മാറ്റം, അങ്ങനെ ഒരു പെട്ടെന്നൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കത് മോഡിഫിക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, മോഡിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യും, സാധിക്കുന്ന കാര്യം. ഓക്കെ, ഒരാളുടെ പേഴ്സണാലിറ്റി മോഡിഫൈ ചെയ്യാം, പക്ഷെ പൂർണ്ണമായിട്ട് മാറ്റുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ഹിപ്നോട്ടിസം സാധാരണ നമ്മൾ പറയുന്നത് ആങ്സൈറ്റി ഡിസോർഡറിൽ ഒക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയും. ഹിപ്നോട്ടിസം ചെയ്തുകൊണ്ട് ഒരാളുടെ പേഴ്സണാലിറ്റി മാറ്റം വരില്ല. ഹിപ്നോട്ടിസിനൊക്കെ ഇമ്പാക്ട് പോലും ചിലപ്പോൾ കുറച്ച് നാളത്തേക്കാണ്. പലരും പല അഭിപ്രായങ്ങളുണ്ട്, ഇന്നെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയില്ല. പലരും പറയുന്നത് കുറച്ച് നാളത്തേക്കാണ് ചിലപ്പോൾ അതിന്റെ ഇമ്പാക്ട് എന്ന് വരക്കും പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പക്ഷെ ഹിപ്നോട്ടിസം ചെയ്തുകൊണ്ട് ഒരാളുടെ പേഴ്സണാലിറ്റി മാറ്റം വരില്ല. പേഴ്സണാലിറ്റി ഡിസോർഡറിന് മെഡിസിൻ എടുക്കുന്നതിനെ കുറിച്ചാണ്.
ഓക്കെ, ഇപ്പോ നമ്മള് ബോർഡ് ലൈൻ അല്ലെ ഏത് പേഴ്സണാലിറ്റി ആണെങ്കിലും ഒരു പരിധി വിട്ട് കൂടി ഇപ്പൊ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള രീതിക്ക് പോകുമ്പോൾ നമ്മൾ സാധാരണ ആദ്യം നോക്കുന്നത് തെറാപ്പീസ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ബോർഡ് ലൈൻ പേഴ്സണാലിറ്റി ആണ് നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നതാണ് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഓരോന്നിനും ഇപ്പോൾ ഒബ്സസീവ് കമ്പൾസീവ് ആണെങ്കിൽ അതിന്റെ CBT മെത്തേഡ്സ്, അപ്പോൾ ഓരോ പേഴ്സണാലിറ്റിക്ക് അതിന്റെ തെറാപ്പി ഉണ്ട്. അത് പറ്റുന്നില്ല, നമ്മുടെ ഹാൻഡിൽ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ഇപ്പോൾ സൂയിസൈഡൽ അറ്റംപ്റ്റ് കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ സെക്ഷൽ ഇതിന് അല്ലെങ്കിൽ ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടുള്ള ഭയങ്കര ദേഷ്യം പിടിക്കുമ്പോൾ ഭയങ്കര ത്രെറ്റനിങ് കൂടുതലാണ്. അങ്ങനത്തെ ഇതിലൊക്കെ വരുമ്പോൾ ചെറിയ മെഡിസിൻസ് നമുക്ക് യൂസ്ഫുൾ ആണ്. പക്ഷെ മെഡിസിൻ കൊടുത്തുകൊണ്ടും ഒരാളുടെ പേഴ്സണാലിറ്റി പെട്ടെന്ന് എന്ത് ചെയ്യില്ല, മാറ്റം വരില്ല. ഈ മെഡിസിനും ചില കേസിൽ മരുന്നും വേണം, അതിന്റെ ഒപ്പം തന്നെ തെറാപ്പിയും വേണം. ഓക്കെ, കൗൺസിലിംഗും അതിന്റെ തെറാപ്പിയും കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ചില തുടക്കമൊക്കെയാണ് വെറും പേഴ്സണാലിറ്റി എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ മൈൽഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിത്തൗട്ട് മെഡിസിൻ നമുക്ക് തെറാപ്പിയിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും. നമസ്കാരം സാറേ. ഈ അവന്റെ ഇത് നമ്മുടെ പേഴ്സണാലിറ്റി ഏതാണെന്നുള്ള അസസ് ചെയ്യാൻ എന്തെങ്കിലും ടൂള് എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ ക്ലിയർ ആയില്ല ചോദ്യം? ഹലോ, പേഴ്സണാലിറ്റി ഫൈൻഡ് ചെയ്യാനുള്ള ടൂൾ ഉണ്ടോ? പേഴ്സണാലിറ്റി ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് IPD എന്നുള്ളൊരു ക്വസ്റ്റനെയർ ആണ്. ഓക്കെ, ഇന്റർനാഷണൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എക്സാമിനേഷൻ. പിന്നെ ഇതൊരു ഞാൻ ഒരു ടൈപ്പ് ഒരു ഏരിയ മാത്രമാണ് എടുത്തേക്കുന്നത്. പല ടൈപ്പ് പേഴ്സണാലിറ്റി ഉണ്ട് കേട്ടോ. ഇപ്പൊ ടൈപ്പ് A, ടൈപ്പ് B എന്ന് പറഞ്ഞ കാറ്റഗറി ഒക്കെ ടൈപ്പ് പേഴ്സണാലിറ്റി ഉണ്ട്. പിന്നെ 16PF അങ്ങനെ ഒരുപാട് പേഴ്സണാലിറ്റി ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന IPD എന്നുള്ളൊരു ക്വസ്റ്റനെയർ വെച്ചിട്ടൊക്കെയാണ്. പക്ഷേ ബൈ പ്രാക്ടീസ് നമുക്ക് പലപ്പോഴും സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, പേഴ്സണാലിറ്റി കിട്ടാറുണ്ട്. ഓക്കെ, ടൂൾസ് ഉണ്ട്, നമുക്ക് ഓൺലൈൻ ടൂൾസ് തന്നെ പലതും ഉണ്ട് കേട്ടോ. പണ്ട് ഈ IPD എന്നുള്ള ക്വസ്റ്റനെയർ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആയിരുന്നു. ഇപ്പൊ നമ്മളത് സെർച്ച് ചെയ്യുമ്പോൾ അത് കാണുന്നില്ല. ഇപ്പൊ ഞങ്ങളുടെ ഓൺലൈൻ കേസിലൊക്കെ പേഴ്സണാലിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് കൊടുക്കുമ്പോൾ ആ ഓൺലൈൻ ലിങ്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ അത് നോക്കിയിട്ട് കാണുന്നില്ല. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കുറച്ചൊരു 59 ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു ടൂൾ ആയിരുന്നു. ഇപ്പൊ അത് അവൈലബിൾ അല്ല അത് ഇപ്പൊ നിലവിൽ. അല്ലെങ്കിൽ ബാക്കിയുള്ള ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം. പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ ടൂൾസ് കൃത്യമായിട്ടുണ്ട്. ഈ നന്നായി ക്ലാസ് എടുക്കുന്ന പല ബ്ലോഗേഴ്സും അതുപോലെ നന്നായി ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയിരുന്ന പല സൈക്കാട്രിസ്റ്റുകളൊക്കെ സൂയിസൈഡ് ചെയ്തതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെയൊക്കെ റീസൺ എന്തായിരിക്കാം? അത് ഈ പറഞ്ഞ പോലെ ചിലപ്പോ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളാവാം. മാനസിക പ്രശ്നം, വിഷാദ രോഗമൊക്കെ വരുമ്പോൾ അതിപ്പോ എത്ര എഡ്യൂക്കേറ്റഡ് ആണ്, ഏത് പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഡിപ്രഷന്റെ ഭാഗമായിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ സൂയിസൈഡ് അറ്റംപ്റ്റിനുള്ള അല്ലെങ്കിൽ ഇതിനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, മേ ബി അവർക്ക് മാനസികമായിട്ടുള്ള വേറെ തരത്തിലുള്ള പേഴ്സണാലിറ്റി അല്ലല്ലോ, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിനേക്കാൾ അപ്പുറത്തിൽ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് ചാൻസ് ഉണ്ടാവും. അത് കാരണമായിരിക്കും അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് നടത്താനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ ഈ വ്ളോഗേഴ്സ് അവരൊക്കെ മിക്കവാറും നമ്മൾ നോക്കുമ്പോൾ അത് പേഴ്സണാലിറ്റി നോക്കണം, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഈ കൂടുതലായിട്ട് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന പേഴ്സണാലിറ്റി ഉണ്ട്. നമ്മൾ പൊതുവെ പറയുന്ന ഈ നമ്മുടെ ആക്ടേഴ്സ് ഒക്കെ അല്ലെങ്കിൽ കുറെയൊക്കെ ഫീമെയിൽ അല്ലെങ്കിൽ ഓവർ മറ്റുള്ള മുമ്പിൽ അട്രാക്റ്റീവ് ആവണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ അത് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റിയിലൊക്കെ വരുന്ന ഒരു ടൈപ്പാണ്. മറ്റുള്ള മുമ്പിൽ ഒരു അട്രാക്റ്റീവ് ആയി മറ്റുള്ള ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരൊക്കെ. ഓക്കെ, അതും ഈ ബോർഡർ ലൈനായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. അതൊക്കെ ഒരു ടൈപ്പ് ക്ലസ്റ്റർ B എന്നുള്ളൊരു ക്രൈറ്റീരിയ വരുന്നതാണ് ഈ ആന്റി സോഷ്യൽ, ബോർഡർ ലൈൻ, ഹിസ്ട്രിയോണിക്, നാർസിസ്റ്റിക്. ഓക്കെ, അതിലൊക്കെ ഈ ടെൻഡൻസി ഒക്കെ കൂടാം. പിന്നെ ഓരോ തെറ്റായ രീതിയിൽ ചെന്ന് പിന്നെ അതിൽ കുറ്റബോധം വന്നിട്ട് സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിൽ ഞാൻ പറഞ്ഞ പോലെ കുറ്റബോധം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇതുവരെ ചെയ്ത എന്തെങ്കിലും മോശം തോന്നിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, സൂയിസൈഡ് അറ്റംപ്റ്റിനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് പലതരത്തിലുള്ള സാഹചര്യം കൊണ്ട് സൂയിസൈഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഒന്ന് അതിൽ ഇടപെട്ടു. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം നല്ല റെലവെന്റ് ആയിട്ടുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതിൽ ഇപ്പൊ നേരത്തെ സാർ തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശാരീരിക രോഗങ്ങളെ പോലെ തന്നെയാണ് മാനസിക രോഗങ്ങൾ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുന്നതിൽ വരുന്ന ഒരു ബുദ്ധിമുട്ടും കൂടെയാണ് നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരാനുള്ള ഒരു സാഹചര്യം. ഇപ്പോ ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാം, ക്യാൻസർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പക്ഷേ അത് ഡയഗ്നോസ് ചെയ്യപ്പെടാം. അതേപോലെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനും അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനും ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ നമ്മൾ എത്തേണ്ടതുണ്ട്. ഓക്കെ, അത് ഈ പറഞ്ഞപ്പോഴാണ് ഞങ്ങളിവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്നത്, നമ്മുടെ അടുത്ത് പ്രാക്ടീസ് പല സൈക്കോളജി, നമുക്ക് ഇവിടെ ഇന്റേൺഷിപ്പ് ഫോളോ ചെയ്യുന്നുണ്ട് സൈക്കോളജി MSW നഴ്സിംഗ് സ്റ്റുഡൻസിന്. സൈക്കാട്രി ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പല സൈക്കോളജി സ്റ്റുഡൻസ് ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്നത് പല പ്രശ്നങ്ങളുമായിട്ടാണ്. സൂയിസൈഡ് അറ്റംപ്റ്റ്, പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ആങ്സൈറ്റി ഉള്ള ആൾക്കാരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഇന്നിപ്പോ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചു, സാറേ ഇങ്ങനെ ഇതേ ചോദ്യമാണ് എന്നോട് വന്നത്,
സാറേ ഈ സൈക്കോളജി ഫീൽഡിൽ പഠിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് പലരും പറയുന്നുണ്ടല്ലോ. ഓക്കെ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, കൂടുതൽ സംശയങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. പിന്നെ അൻവിൻ സോയി എൻ്റെ സുഹൃത്താണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു യങ് സൈക്കോളജിസ്റ്റ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു യങ് സൈക്കോളജിസ്റ്റും കൂടിയാണ് നമ്മുടെ അൻവിൻ സാറ്. വയനാട് ലൂയിസ് മൗണ്ട് ഹോസ്പിറ്റലിൽ 12 വർഷത്തോളം എന്നാണ് എനിക്ക് തോന്നുന്നത്, 12 വർഷത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്. പലരും കോണ്ടാക്ട് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ പിന്നെ നമ്മുടെ ഗ്രൂപ്പുകളിലായിട്ട് ഷെയർ ചെയ്യും. ആർക്ക് വേണമെങ്കിലും ഈ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ അതിൽ അഡ്മിൻസിനോട് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലായിട്ട് അത് നമ്പർ പിന്നെ തരാവുന്നതാണ്. പിന്നെ വളരെ രസകരമായിട്ട് കുറേ കൂടെ അതിന്റെ പോയിന്റ്സ് നമ്മൾ പല ക്ലാസ്സുകളും ഇപ്പോൾ നമ്മൾ പിന്നെ ഭയങ്കര ഒരുപാട് സീരീസുകളായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ പലപ്പോഴും അത് നോക്കാറുള്ളത് എത്ര ആൾക്കാർ ജോയിൻ ചെയ്തു, അതേപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പിന്നെ ആളുകൾ ഓഡിയൻസ് നിൽക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം തുടങ്ങിയപ്പോൾ എത്രത്തോളം ആളുകളാണ് അത് ഇതിന് ആളുകൾ കൂടുകയല്ലാതെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ യൂട്യൂബ് ചാനലാണ്. തീർച്ചയായിട്ടും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് നല്ല ഡെപ്തിൽ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇൻകംപ്ലീറ്റ് ആണ്. ഇനിയും എനിക്ക് തോന്നുന്നത് കുറെ കൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെയുള്ള കോമൺ ആയിട്ടുള്ള ചില പേഴ്സണാലിറ്റി ട്രൈറ്റ്സുകളെ കുറിച്ച് മാത്രമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉണ്ടായിട്ടുള്ളത്. കുറെ കൂടെ വൈഡ് ആയിട്ടുള്ള ഇനി പല തരത്തിലുള്ള പേഴ്സണാലിറ്റികൾ ഇനിയുണ്ട്. തീർച്ചയായിട്ടും ഫ്യൂച്ചറിലും സാറിന്റെ സഹായം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ഡീപ്പായിട്ടുള്ള പേഴ്സണാലിറ്റി ട്രൈറ്റുകളെ കുറിച്ചും ഡിസോർഡറുകളെ കുറിച്ചിട്ടുള്ള, ഇതിപ്പോ ട്രൈറ്റ്സുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഡിസോർഡറിലേക്ക് പോകുമ്പോൾ കുറെ കൂടെ ഡെപ്ത് ആയിട്ട് അത് എങ്ങനെ ഒരു ഡിസോർഡറായി മാറും എന്നുള്ളതൊക്കെ കുറെ കൂടി ഡെപ്ത് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൂടെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇത്ര നേരം ഈ ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്ത്, അതേപോലെ തന്നെ പലരും നമ്മുടെ കമന്റ് ബോക്സുകളിലൊക്കെ നല്ല ക്ലാസ്സുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ഇരുന്ന എല്ലാ ഓഡിയൻസിനും വളരെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുകയും, അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എടുത്തിട്ടുള്ള അൻവിൻ സോയി സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഈ സമയം കണ്ടെത്തിയതിന് ഹൃദയം നിറഞ്ഞ